നിങ്ങളുടെ മക്കള്, നിങ്ങൾ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ മക്കളെ കുറിച്ച്, ഇല്ലേ? എല്ലാവർക്കും എന്താണ് നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവരെന്താകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പറയുമോ? എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകത്തുള്ളൂ. സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനാകണം. ഓക്കെ. പിന്നെ എല്ലാവർക്കും അതേ അഭിപ്രായമാണ്. സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനാകണം. പകർച്ചവ്യാധി ഉണ്ടെന്ന് തോന്നുന്നു. അതെ. വേറെ ആർക്കും അഭിപ്രായമില്ല മക്കളെ കുറിച്ച്. എന്തൊരു മനുഷ്യന്മാരെ നിങ്ങള്. എന്താണ് മക്കൾ ആരാകണം? അങ്ങനൊന്നും ഇല്ല, എങ്ങനെങ്കിലൊക്കെ പോണം. എന്താണ് മകളെ കുറിച്ച്, മകനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല രീതിയിൽ വളർത്തണം. ഓക്കെ. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഓക്കെ. നല്ല ജോലി വാങ്ങി കൊടുക്കണം. എല്ലാവരുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെ തന്നെയാണോ ചേച്ചി? അത് തന്നെയാണോ? ആണോ? എല്ലാവരുടെ അഭിപ്രായം. ഞാനെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമോ? ന്യൂസ് പേപ്പർ അങ്ങനെ സംഭവം ഉണ്ട് കേട്ടാ. അങ്ങനെ സംഭവം ഉണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലാണല്ലേ. എല്ലാവരുടെ നിങ്ങൾ മനുഷ്യരെ കണ്ടിട്ടുണ്ടെന്നേ. ആദ്യകാലത്ത് മനുഷ്യരൊക്കെ ഇങ്ങനെയായിരുന്നു നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് ഇങ്ങനാ. എന്താണെന്നറിയാവോ? അറിയില്ലാതെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്തോളം നിങ്ങൾ ഇങ്ങനെ നടക്കത്തുള്ളൂ. കാരണം ഇങ്ങനെ കുത്തലോടുകൂടി കുത്തലായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാ നട്ടല് വളഞ്ഞു പോകും. ഓക്കെ. ആ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. ചില വീടുകളിൽ ഇപ്പോഴൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു ദിവസം അനേകം വാർത്തകൾ വരാറുണ്ട് അല്ലേ? ഈ സോഷ്യൽ മീഡിയയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കറിയാം, അനേകം വാർത്തകൾ വരാറുണ്ട്. അപ്പം തൃശ്ശൂർ ജില്ലയിൽ ഈ അടുത്ത സമയത്ത് വന്ന ഒരു വാർത്ത, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 9ാം ക്ലാസ്സിലാണേ, വലിയ പ്രായമൊന്നുമില്ല, ആ സ്കൂളിലെ MDM കച്ചവടത്തിന്റെ ഏജന്റാണ്. എന്താണ് MDM എന്നൊക്കെ പറഞ്ഞറിയോ? ഈ മയക്കുമരുന്ന്, കഞ്ചാവ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതിന്റെ കച്ചവടം നടത്തുന്ന ഏജന്റാണ്. മറ്റൊരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷം തൻ്റെ മാതാവിൻ്റെ പള്ളയിലേക്ക് കത്തി കുത്തിയിറക്കി. കേട്ടായിരുന്നു നിങ്ങൾ? പിന്നെ ഈ പത്രങ്ങൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊലപാതകം, അതുപോലെ തന്നെ മയക്കുമരുന്ന്, പിടിച്ചുപറി, എന്ത് കാണിച്ചാലും ഒരു 18 വയസ്സ് 25 വയസ്സിനിടയ്ക്കുള്ള കുട്ടികളായിരിക്കും അധികം. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? എങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഒരു രക്ഷിതാവെന്നുള്ള നിലയിൽ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ വളർത്തണം, നല്ല നിലയിൽ അവരെ വിദ്യാഭ്യാസം കൊടുത്ത് ഉയരങ്ങളിലേക്ക് എത്തിക്കണം, അല്ലേ? ഇതല്ലേ ലക്ഷ്യം? ഇതേപോലെ ലക്ഷ്യമുള്ള, ഇതേപോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു മാതാവും പിതാവും ഈ കുട്ടികൾക്കും ഇല്ലേ? ഈ കഞ്ചാവിന് അടിമപ്പെട്ട, ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന, ഈ കൊലപാതകം നടത്തുന്ന, പിടിച്ചുപറി ചെയ്യുന്ന അല്ലേ അമ്മയില്ലേ, അച്ഛനില്ലേ? ആ അമ്മയും അച്ഛനും ഇങ്ങനെ കുഞ്ഞ് 9 മാസം 9 ദിവസവും മുമ്പ് പ്രസവിച്ച സമയത്ത് ഇങ്ങനെ കുഞ്ഞിനെ കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് പറയും, നിന്നെ ഞാൻ എന്ത് കള്ളനാക്കും, പറയവോ? പിടിച്ചുപറിക്കാരനാക്കും, പറയവോ? ഇല്ല. പിന്നെന്ത് പറയും? എന്റെ തങ്കക്കുടവേ, ഒന്നുമില്ല, എന്റെ തങ്കക്കുടവേ, നിന്നെ ഞാൻ പൊന്നുപോലെ വളർത്തും, അല്ലേ? നല്ല രീതിയിൽ വളർത്തും. എന്റെ ജീവനെ അങ്ങനല്ലേ പറയുന്നേ? എനിക്ക് 5 കുട്ടികളുണ്ട്, ഞാനിങ്ങൊക്കെയാ പറഞ്ഞിട്ടുള്ളേ. എന്റെ ഭാര്യ നിൽക്കുന്നേ. ഇപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്, അല്ലെ? ഇതേ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകിയുടെയും പിടിച്ചുപറിക്കാരന്റെയും അക്രമിയുടെയും ഈ മദ്യമയക്കുമരുന്നിന് അടിമപ്പെടുന്ന കുട്ടികളുടെയും എല്ലാ മാതാപിതാക്കള് കുട്ടികളെ വളർത്തുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പിന്നെ എങ്ങനെ ഈ കുട്ടികൾ ചീത്തയായി പോകുന്നേ? കുട്ടികൾ എങ്ങനെയാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നത്, കൊലപാതകിയാകി പോകുന്നത്? എങ്ങനെ പറയും? നിങ്ങളെ ഉത്തരം പറയണ്ട, നിങ്ങളാ രക്ഷിതാക്കള്. വരട്ടെ. ഈ ലോകത്തെന്ത് നടന്നാലും സ്വന്തം മകൻ സൂപ്പറാ, അപ്പുറത്തെ വീട്ടിൽ ഇവന്റെ ഒരു കൂട്ടുകാരൻ കാണും, തെമ്മാടി, അക്രമി, അല്ലേ? ഞാൻ ചീത്തയായാല് അവന്റെ കുഴപ്പം, അവൻ ചീത്തയായാലോ അത് അവന്റെ മാത്രം കുഴപ്പം. ആരുടെ മോറയും? എന്റെ മോറയും. ശരിയല്ലേ? ആണോ അല്ലയോ?
നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കള് ചെയ്തിട്ടുള്ള ഒരു തെറ്റ് അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരൊക്കെ? എന്ത് തെറ്റാ? എന്ത് തെറ്റായാലും അംഗീകരിക്കോ? പക്ഷെ എന്നാലും പറയും ഇവന്റെ അവനുമായിട്ട് കൂടിയതിനു ശേഷമാണ്. ഇത്ര നല്ല രക്ഷിതാക്കളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കാം, ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നോക്കാം നിങ്ങൾ പറയോ ഇല്ലയോ എന്ന്. പറയുന്ന ഞാൻ 5-6 തരം രക്ഷിതാക്കളെ കുറിച്ച് ഇങ്ങോട്ട് പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പിന്നെ അക്രമിയായിട്ടുള്ള ആളുടെ അല്ലെങ്കിൽ ഈ കൊലപാതകയായിട്ടുള്ള ആളുടെ ആ കുട്ടിയുടെ രക്ഷിതാവിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും നിങ്ങളെപ്പോലെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാളെ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണ് എന്ന്? നല്ലതാവോ മക്കള്? ഇപ്പം തന്നെ കുരുത്തക്കേടിന്റെ അങ്ങേയറ്റം ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് പറയുന്നത് അല്ലേ? ഇവിടെ ഇരുത്തിയിട്ട് പോയാൽ അപ്പുറത്തുനിന്ന് വിളിച്ചോണ്ട് വരാം. ശരിയല്ലേ? അപ്പൊ ആ കുട്ടികൾ നല്ല രീതിയിൽ വളരുവോ? ഇല്ലെന്നോ ഉണ്ടെന്നോ? ഇല്ലേ? ഇപ്പോഴേ നിങ്ങളെ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ല. ഇതാ വസ്തുത. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഈ കുട്ടികളെ ചീത്തയാകുവാനുള്ള അല്ലെങ്കിൽ മോശക്കാരനാകുവാനുള്ള അക്രമിയാകുവാനുള്ള ഒരു കാരണം ആരാണ്? കൂട്ടുകാരനാണോ യഥാർത്ഥത്തിൽ? മാതാപിതാക്കൾ ഉണ്ട് അല്ലേ? ഒന്നാമത്തെ കാരണം നിങ്ങളുടെ മാതാപിതാക്കളാണ്. നിങ്ങൾ മാതാപിതാക്കളാണ് ഒന്നാമത്തെ കാരണം. ഒരു കുട്ടിയുടെ ആദ്യത്തെ സ്കൂൾ എവിടാ? വീടല്ല, ഉണ്ട. മാതാവിന്റെ മടിത്തട്ട. അമ്മമാരെ, മാതാവിന്റെ മടിത്തട്ട. നിങ്ങളാണ് കാണിച്ചു കൊടുത്ത അച്ഛൻ ഏതാണെന്ന് അല്ലേ? ആണോ അല്ലയോ? അല്ലേ? അതാ മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പൊ മാതാവിന്റെ മടിത്തട്ടിൽ ഉണ്ടായിരുന്ന ആ കുട്ടിക്ക് നല്ലത് ചൊല്ലി പറഞ്ഞു കൊടുത്ത് വളർത്തിയതാരാ? നിങ്ങളാണ്. നിങ്ങളെന്ന അധ്യാപികയാണ്. പിന്നീടാണ് അച്ഛനെന്ന അധ്യാപികൻ വന്നത്. വീട്ടിൽ ഒരുപാട് അധ്യാപകർ വന്ന് അല്ലെ? ബന്ധുക്കൾ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഒരുപാട് അധ്യാപകർ വന്ന്. ആദ്യത്തെ സ്കൂള് അമ്മയുടെ മടിത്തട്ടാണ്, പിന്നീടാണ് വീടായത്. ശരിയല്ലേ? അങ്ങനാണ് എങ്കിൽ നിങ്ങൾ വളർത്തിയ കുട്ടി തെറ്റിപ്പോയാൽ, നിങ്ങൾ വളർത്തിയ കുട്ടി മോശക്കാരനായാൽ ആരുടെ കുഴപ്പമാണ്? അധ്യാപകരുടെ കുഴപ്പമാണോ? നാട്ടുകാരുടെ കുഴപ്പമാണോ? വീട്ടുകാരുടെ കുഴപ്പമാണോ? ആണ്? അല്ല. വീട്ടുകാരുടെ കുഴപ്പമാ, നിങ്ങളുടെ കുഴപ്പമാ. കുട്ടികൾ ചീത്തയാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണമാരാണ്? മാതാവാണ്, പിതാവാണ്. ഞാനൊരു 4 തരം മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളടുത്ത് പറയാം. അതിനു മുമ്പ് ഒരു കഥ പറഞ്ഞുതരാം. അൻവർ എന്റെ സുഹൃത്താണ്. അൻവർ 27 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ഇന്നോവ കാർ വാങ്ങി. 27 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ഇന്നോവ കാർ. അറിയാമല്ലോ ഇന്നോവ കാർ, നല്ല സ്റ്റാൻഡേർഡ് ആണ്. എന്നിട്ട് അൻവർ വിചാരിക്കട്ടെ, 27 ലക്ഷം രൂപ ഞാൻ മുടക്കിയപ്പോൾ എന്റെ ഇഷ്ടത്തിന് എന്ത് ചെയ്യണം? വണ്ടി ഓടിക്കണം അല്ലേ? ഞാൻ മേടിക്കുന്ന വണ്ടി എന്റെ ഇഷ്ടത്തിനല്ലേ ഓടിക്കണ്ടേ? ശരിയല്ലേ? ആണോ അല്ലയോ? എന്തൊരു മനുഷ്യന്മാരെ നിങ്ങള്! ആണോ അല്ലയോ? കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ അലർന്ന് അല്ലേ? കുഞ്ഞുങ്ങളെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഇങ്ങനെ അല്ലറി വിളിക്കാറില്ല. ആ ഒരു ഒച്ചെങ്കിലും വരട്ടെ ഇങ്ങോട്ട്. ഇല്ല, ഉറക്കത്തിൽ കഴിച്ചില്ലേ നിങ്ങള്? കഴിച്ചാ? ഉറക്കം വരുന്നോ? ആർക്കും ഉറക്കം വരുന്നേ? ഉറക്കം വരുന്നുണ്ടോ? അപ്പൊ മാറ്റിത്തരാം. ഓക്കെ. അപ്പൊ 27 ലക്ഷം രൂപ മുടക്കി അൻവർ വാങ്ങിയിട്ടുള്ള ഈ വണ്ടി അൻവർ വിചാരിക്കുകയാണ് എന്റെ ഇഷ്ടത്തിന് എന്ത് ചെയ്യണം? ഓക്കെ, ടാറ്റ, ബൈ ബൈ. അപ്പൊ എന്ത് ചെയ്യണം? ഓടിക്കണം. കാരണം ഞാൻ എന്റെ കയ്യിൽ നിന്നും പൈസ മുടക്കി, ഞാൻ ടാക്സ് അടച്ച്, ഞാൻ ഇൻഷുറൻസ് എടുത്ത് അല്ലേ? ശരിയല്ലേ? അപ്പൊ അൻവർ ഇങ്ങനെയൊക്കെ വിചാരിച്ചു. എല്ലാ ആളുകളും എനിക്കൊരു വണ്ടി ഉണ്ട്, അപ്പൊ ഞാൻ എന്താ 5000 കിലോമീറ്റർ ആകുമ്പോ എന്ത് ചെയ്യും? സർവീസ് ചെയ്യും. അൻവർ വിചാരിക്കും ഞാൻ എന്റെ പൈസ മുടക്കി വാങ്ങിയ വണ്ടി എന്തിന് 5000 കിലോമീറ്റർ ഞാൻ സർവീസ് ചെയ്ത? ഞാൻ 10000 ആയാലേ ചെയ്യത്തുള്ളൂ. 10000 ചെയ്യത്തുള്ളൂ. എല്ലാവരും 10000 കിലോമീറ്റർ ആകുമ്പോ എന്തെങ്കിലും ഓയിൽ മാറും. അൻവർ പറയാ ഇല്ല, എന്റെ വണ്ടി എന്ത് ചെയ്യും? ഞാൻ 20000 കിലോമീറ്റർ ആയാലേ ഓയിൽ മാറത്തുള്ളൂ. അപ്പം ഞങ്ങൾ സാധാരണക്കാരുടെ വണ്ടി ഉണ്ടല്ലോ, അതായത് ഈ നല്ലോണം ഇങ്ങനെ ഓയിലും മാറി സർവീസൊക്കെ ചെയ്യുന്ന ആളുകളുടെ വണ്ടി ഒരു 10, 12 അല്ലെങ്കിൽ 20 വർഷം അടിപൊളിയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അല്ലേ? ശരിയോ തെറ്റോ? അൻവറിന്റെ വണ്ടി എത്ര ഓടും? 27 ലക്ഷം രൂപ മുടക്കി വാങ്ങിയിട്ടുള്ള വണ്ടി എത്ര ഓടും? ഓടി വന്ന ഒരു 60000 കിലോമീറ്റർ അവിടെ കൊണ്ട് തീരും അല്ലേ? കംപ്ലൈന്റ് ആകാൻ തുടങ്ങും.
ശരിയല്ലേ തെറ്റ്? ആ വണ്ടി നല്ല രീതിയിൽ ഒന്ന് മേക്ക് ചെയ്തിരുന്നുവെങ്കിൽ, നല്ല രീതിയിൽ ഒന്ന് ആ വണ്ടി ഒരു മെയിൻറ്റെയിൻ ചെയ്തിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഇതുപോലെ 12 or 20 വർഷം എന്ത് ചെയ്തേനെ? ഓടിയേനെ. ശരിയല്ലേ? ശരിയല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ മക്കള്. നമ്മുടെ മക്കളെ നമ്മളെങ്ങനെ വളർത്തുന്നേ? നമ്മുടെ മക്കളെ വളർത്തുന്നത് എങ്ങനെയാ? നിങ്ങളെ ഇഷ്ടത്തിനല്ലേ വളർത്തുന്നേ? ശരിയോ തെറ്റോ? എന്റെ അച്ഛനും അമ്മയും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്കൂളിൽ പോയി ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഹിസ്റ്ററി പഠിച്ചു, ബയോളജി പഠിച്ചു അല്ലെ? പഠിച്ചവർക്കൊക്കെ അറിയാം, ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അത് ആരോ ഒരാൾ പഠിപ്പിക്കാനുണ്ടായിരുന്നു, ഏതോ ഒരു അധ്യാപികൻ. നിങ്ങളെ രക്ഷകർത്തിത്വം അല്ലെ പേരന്റിങ് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എവിടെ നിന്നാ പഠിച്ചേ? എവിടെ നിന്നാ പഠിച്ചേ? എന്റെ അച്ഛനെയും അമ്മയും കണ്ടുപഠിച്ചു. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയുള്ളത് കറക്റ്റ് ആവോ ഇല്ലയോ? നിങ്ങൾ കറക്റ്റ് ആണോ? നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ മക്കള് ഓക്കെ ആണ് കേട്ടാ. നിങ്ങൾ ഓക്കെ അല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് അച്ഛനെയും അമ്മയിൽ നിന്നും ഉള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളും ഓക്കെ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് 4 തരം രക്ഷിതാക്കളെ കുറിച്ച് ഞാൻ പറയാം. അതിലേതാകണമെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ തീരുമാനിക്കണം. അതിൽ ഏതെങ്കിലും നിങ്ങളാണോ എന്നും നിങ്ങൾ ആലോചിക്കണം. ഒന്നാമത്, ഏകാധിപത്യ സ്വഭാവമുള്ള രക്ഷിതാവ്. ചോക്കൊക്കെ ഉണ്ടോ? വേണ്ട, കുഴപ്പമില്ല. ഏകാധിപത്യ സ്വഭാവമുള്ള രക്ഷിതാവ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. അതായത്, എന്റെ ഇഷ്ടമനുസരിച്ച് എന്റെ മകൻ വളരണം. ഞാനൊരു വര ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കും. ആ വരയ്ക്ക് അപ്പുറത്തോ ഇപ്പുറത്തോട്ടോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല. വെരി ഗുഡ്, നല്ല രക്ഷിതാവ് കേട്ടോ. രണ്ടാമത്, ഈ രക്ഷിതാവിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് മാത്രമേ എന്റെ മക്കള് ധരിക്കാവൂ, കഴിക്കാവൂ. അങ്ങനെയില്ല. അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ ആണോ എന്നല്ല, നിങ്ങളുടെ വീട്ടിൽ 2 പേരാ കേട്ടോ. രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ 2 പേരാ. ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചോണം. ശരി. മൂന്നാമത്, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കും, പ്രധാനമാണ്, ശ്രദ്ധിച്ചോ, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കും കുട്ടിയെ ഏറി നിർത്തും. അതായത്, ഒന്നിൽ ആക്രോശിക്കും, അതല്ല എങ്കിൽ കിട്ടിയത് കൊണ്ട് ചട്ടകമെങ്കിൽ ചട്ടകം പുറത്ത് കയറിയിരിക്കും. ഉണ്ടോ? ഇല്ല. ഇത്ര നല്ല രക്ഷിതാക്കളോ? ഇവർക്ക് എന്തിനാ ടീച്ചറെ ക്ലാസ്? ചെയ്യും. കിട്ടിയ, അതായത് ഏകാധിപതികളായിട്ടുള്ള രക്ഷിതാക്കളുടെ ഏറ്റവും മോശപ്പെട്ട ലക്ഷ്യമാണ് കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പറവകളാണല്ലേ. പൂന്തോപ്പിലെ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ട കുട്ടികളെ ചെറിയ തെറ്റുകൾ കാണിച്ചാൽ, ചെറിയ വാക്കുകൾ അവര് മോശമായി പറയാൻ തന്നെ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇടിച്ചിങ്ങോട്ട് നിർത്തി ചെയ്യൂടാ, അടിച്ച് അടി 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 അടി. നിങ്ങളെ ഈ സ്പാടികം സിനിമ കണ്ടിട്ടുണ്ടോ? അതില് ചാക്കോ മാഷിനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അല്ലേ? ആണോ? അങ്ങനെ ഒരു രക്ഷിതാവായ മതി നിങ്ങൾക്ക്. മോൻ എന്ത് ചെയ്യും? വന്ന് കറക്കും. അന്ന് കൈയുടെ ഷർട്ടിന്റെ കൈയാണ് അറുത്തതെങ്കിൽ ഇന്ന് നിങ്ങളുടെ തല അറുക്കും കുട്ടി. അങ്ങനെയുള്ള രക്ഷിതാക്കളാണ് നിങ്ങളെങ്കിൽ അതിന് നല്ലൊരു ഉദാഹരണം, മറ്റൊരു ഉദാഹരണമുണ്ട്. നിങ്ങൾക്കറിയാം, ലോകത്ത് 60 ലക്ഷം ആളുകളെ ഗ്യാസ് ചേംബറിന്റെ അകത്ത് കുത്തി നിറച്ച് അതിക്രൂരമായ രീതിയിൽ കൊന്നിട്ടുള്ള ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അറിയോ? ആരാ? ഹിറ്റ്ലർ അല്ലെ? ഹിറ്റ്ലർ അങ്ങനെ ആകാൻ കാരണം ആരാന്നറിയാവോ? അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. പട്ടാള ചിട്ടയിൽ എന്ന് നമ്മൾ പറയും. പട്ടാള ചിട്ടയിലാണ് ആര് ഈ മകനെ വളർത്തിയത്. നിസ്സാരമായിട്ടുള്ള കാര്യത്തിനും ഈ മരത്തിൽ കെട്ടിയിട്ടിട്ട് അടിക്കും. രാത്രി കുഞ്ഞ് ഉറങ്ങി, നേരത്തെ ഉറങ്ങിയാൽ അടിക്കും, നേരത്തെ ഉറങ്ങിയില്ലേ അടിക്കും. ബെൽറ്റ് കൊണ്ട് അടിക്കും. അടിക്കുക മാത്രമല്ല, കുഞ്ഞ് അടി കൊണ്ടിട്ട് താഴോട്ട് വീണാലുണ്ടല്ലോ, അവിടുത്തെ ഒരു ചവിട്ടും കൂടെ കൊടുക്കും. അങ്ങനെ കുട്ടിക്ക് ആദ്യമൊക്കെ ഭയങ്കര പ്രയാസമായി, വേദനയായി, കരച്ചിലായി, ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് സ്ഥിരം കിട്ടാൻ തുടങ്ങിയാലുള്ള പ്രത്യേകത എന്താ? സ്ഥിരം കിട്ടിയാൽ മരവിച്ചു പോവും. എന്ത്? ശരീരമല്ല, മനസ്സ് മരവി. പിന്നെ ഒരു തെറ്റിയതൊട്ട് ചെല്ലും. ചില ടീച്ചർമാരെ, ചില കുട്ടികള് വന്നിട്ട് തെറ്റിയതൊട്ടും വാ പോരട്ടെ, ശരിയല്ലേ? കഴിഞ്ഞ് ഒരു കൂസലുമില്ല. ചില കുട്ടികളാണെങ്കിൽ ടീച്ചർ ഇങ്ങനെ ആയിരിക്കും. ആ കുട്ടികൾ നല്ല കുട്ടികളാ.
വീട്ടിൽ വളർത്തുന്നതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ആ കുട്ടികൾക്ക്. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ എന്ന് പറയുന്ന ഏകാധിപത്യ സ്വഭാവത്തിൽ വളർത്തുന്ന മാതാപിതാക്കളുള്ള വീട്ടിലുള്ള കുട്ടികളായിരിക്കും. ഭയങ്കര തന്റേടവാ. ഇനി ഇങ്ങനെയുള്ള കുട്ടികളാണ് കൊലപാതകികളാകുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? അക്രമികളായി മാറുന്നത്. ഒന്നാമത്തെ രക്ഷിതാവ് ഇതാണ്. രണ്ടാമത്തെ രക്ഷിതാവ് അവഗണിക്കുന്ന രക്ഷിതാവ്. അവഗണിക്കുന്ന രക്ഷിതാവ്. എന്താ മോന്, കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ചെയ്തോട്ടെ, പഠിക്കുന്നു, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പഠിച്ച് മാർക്ക് കുറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പോട്ടെ, കുഴപ്പമില്ല. ഒരു തെറ്റ് ചെയ്താ, അവൻ കുഞ്ഞല്ലേ, പോട്ടെ പോട്ടെ പോട്ടെ. എല്ലാം അവഗണിക്കും. എല്ലാം എന്ത് ചെയ്യും? അവഗണിക്കും. ഇങ്ങനെയുള്ള പിന്നെ കുട്ടികളാണെങ്കിലോ, ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിലോ എന്ത് ചെയ്യും? എല്ലാം അവഗണിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? കൂട്ടുകെട്ട് ഒരുപാടുണ്ടാക്കും. നല്ല കൂട്ടുകെട്ടും ഉണ്ടാകും, ചീത്ത കൂട്ടുകെട്ടും ഉണ്ടാകും. ഈ ചീത്ത കൂട്ടുകെട്ടിലേക്കായിരിക്കും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ നെഗറ്റീവിലേക്കോ പോസിറ്റീവിലോട്ടോ? നെഗറ്റീവിലോട്ടല്ലേ? നെഗറ്റീവിലോട്ടാ. അപ്പം അവിടെ സുഖങ്ങൾ കൂടുതലാണ്. സുഖമുള്ളിടത്താണ് മനുഷ്യനുള്ളത്, സ്നേഹമുള്ളിടത്താണ് മനുഷ്യനുള്ളത്. രണ്ടു തരം മനുഷ്യനാണുള്ളത്. ഒന്ന് സുഖം തേടിപ്പോവും, ഒന്ന് സ്നേഹം തേടിപ്പോവും. അത് വേറെ വിഷയമായതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഈ സുഖങ്ങൾ തേടി ഈ കുട്ടി പോകും. അപ്പൊ ഈ കുട്ടി നല്ല കുട്ടിയാണോ? ആ രക്ഷിതാവ് നല്ല രക്ഷിതാവാണോ? ഇത് ഞാൻ ഇത് പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. മൂന്നാമത്തെ ഒരു രക്ഷിതാവുണ്ട്, പരിഗണിക്കുന്ന രക്ഷിതാവ്. അല്ലേ? നല്ല രക്ഷിതാവ് അല്ലേ? പരിഗണിക്കുന്ന രക്ഷിതാവ്. ഒരു പെൻസിൽ ചോദിച്ചാൽ 10 പെൻസിൽ അങ്ങോട്ട് മേടിച്ചു കൊടുക്കും. അല്ലേ? അവന് അവന്റെ ആവശ്യവും ആവശ്യമില്ലാത്തതും എല്ലാം എന്ത് ചെയ്യും? വാങ്ങിക്കൊടുക്കും. ഒരു കാര്യം പറഞ്ഞാൽ 10 കാര്യം പറഞ്ഞ് മേടിച്ചു കൊടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഐസ്ക്രീം വേണം, അല്ലെ? മേടിച്ചു കൊടുക്കും. ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കുട്ടി പറയും, എനിക്ക് ഐസ്ക്രീം വേണം. മോനെ ഇന്നില്ല, കടയെല്ലാം അടച്ചു, രാത്രി 11 മണിക്കായിരിക്കും, അല്ലെ 10 മണിക്കായിരിക്കും. പറയും ഇല്ല, എങ്കിലേ പഠിക്കൂ. എന്താ? ഈ ഐസ്ക്രീം കൊണ്ടുവന്നാലേ ഞാൻ പഠിക്കൂ. അതിന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കുട്ടി, ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടി പഠിച്ചു വലുതായി. ഓക്കെ, അദ്ദേഹം നല്ലൊരു സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയി. നിങ്ങൾക്ക് എങ്ങനെ സ്വഭാവം ഉണ്ടോ ഇല്ല, നിങ്ങളുടെ കെട്ടിയവന്മാർക്ക്, നിങ്ങൾക്കല്ല കേട്ടോ, നിങ്ങളുടെ കെട്ടിയവന്മാർക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടോ ഇല്ലയോ നിങ്ങളിപ്പോ ചിന്തിച്ചോണേ. കെട്ടിയവന്മാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രണ്ടുപേരേ ഉള്ളൂ. അപ്പം അദ്ദേഹം ഇങ്ങനെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന്റെ വീട്ടില് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വിളിച്ചു ഭാര്യയെ. ഒരു പേര് പറ ഭാര്യയുടെ. സുമയ്യ വിളിച്ചു. അപ്പൊ സുമയ്യ അങ്ങ് അടുക്കളയിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ആദ്യത്തെ വിളി കേട്ടില്ല. വീണ്ടും സുമയ്യ ഒരു വിളി. അപ്പൊ കേട്ടു. എന്തായി താക്ക? ഒരു വിളി തിരിച്ച്. അപ്പോഴത്തേക്ക് ഇവിടെ വാ. അപ്പൊ സോപ്പിട്ട് കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് എന്തോ അത്യാവശ്യമാണ്, ഓടി ഭർത്താവിന്റെ അടുത്തോട്ട് ചെല്ലും. ഭർത്താവിന്റെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് ഭർത്താവ് പറയും, എന്തായി താക? അതെ, ആ താഴെ വീണ പേപ്പർ ഇങ്ങെടുത്തേ. കമ്പ്യൂട്ടറിന്റെ അവിടുന്ന് താഴോട്ടൊരു പേപ്പർ വീണ്. ആ പേപ്പർ ഏത് തരം മാതാപിതാക്കൾ വളർത്തുന്ന കുട്ടിയത്? എല്ലാത്തിനും പരിഗണന കൊടുക്കുന്ന അവന്റെ സ്കില്ലുകളെല്ലാം എന്തെയും നശിപ്പിച്ചു കളയും. എല്ലാം നശിപ്പിച്ചു കളയും. അവനെ ഒന്നിനും കൊള്ളാത്തവനാക്കും. ഒരു അമൂൽ ബേബിയെ പോലെ. അതായത് ഈ യന്ത്രം ഉണ്ടല്ലോ, അങ്ങോട്ട് കൊണ്ടുവച്ച് അവിടെ വെച്ച്, ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ വെച്ച്, അങ്ങനെ ഉണ്ടല്ലോ. ആ ഒരു തരം രക്ഷിതാക്കളായി ആണ് ആ ടീം എന്ന് പറയുന്നത്. മറ്റത് രക്ഷിതാവുണ്ട്, ആധിപത്യമുള്ള രക്ഷിതാവ്. അതാരാ? നിങ്ങളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? അതായത് കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? കൊടുക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു കാര്യമെന്ന് ചോദിച്ചാൽ കുട്ടിയെടുത്ത് എന്ത് പറയും? നോ. നിങ്ങൾ മക്കളടുത്ത് നോ പറയാറുണ്ടോ? കൈ കാശില്ലെങ്കിൽ പറയും നോ. ശരിയല്ലേ? അവൻ അന്ന് വീട് തിരിച്ചു മറിച്ച് കുലുക്കിയൊക്കെ വെക്കും. ശരിയല്ലേ? ഇത് നിങ്ങൾ പഠിപ്പിച്ചതാട്ടോ, അത് ഞാൻ പറയാം. അപ്പം ഈ കുട്ടി, ഇങ്ങനെയുള്ള ഒരു രക്ഷിതാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ രക്ഷിതാവും ആ കുട്ടിയും നല്ല ഫ്രണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നല്ല ഫ്രണ്ടായിരിക്കും. അവനൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തി കൊടുക്കുന്ന രക്ഷിതാവായിരിക്കും അവൻ. ആ തെറ്റ് തിരുത്തുമ്പോൾ ആ കുട്ടി ഉൾക്കൊള്ളണം. ശരിയല്ലേ? ആ കുട്ടി ഉൾക്കൊള്ളും. പക്ഷെ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. മാത്രമല്ല, ഈ കുട്ടിയുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിനെ കുറിച്ച് കൃത്യമായി സത്യസന്ധമായിട്ട് ആരെടുത്ത് പറയും?
ഈ രക്ഷിതാവിനോട് പറയും. നിങ്ങളുടെ മക്കള് ഒരു തെറ്റ് സംഭവിച്ച വീട്ടിൽ വന്ന് പറയാറുണ്ടോ? എത്ര പേരെ ഉണ്ട്? എത്ര പേരെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടെന്ന് പോട്ടെ. മാത്രമല്ല അങ്ങനെയുള്ള പിന്നെ മക്കളെ വളർന്നു വരുമ്പോഴാണ് ഈ സമൂഹത്തിനും ആ കുടുംബത്തിനും ഗുണമുണ്ടാകുന്നത്. ആധികാരികമായിട്ടുള്ള ഗുണം രക്ഷിതാവ്. ക്ലിയർ അല്ലേ? ശരി, ഇനി നിങ്ങൾ ആധികാരികമായിട്ടുള്ള രക്ഷിതാവാകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇനിയാണ് ക്ലാസ്. ഇത് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ആധികാരികമായിട്ടുള്ള രക്ഷിതാവാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികളുമായിട്ട് ഫ്രണ്ട്ലി ആകണം. ഓരോന്ന് ഞാൻ പറയാം. അതിൽ നിങ്ങളെ എത്രമാത്രം നിങ്ങളെ കുട്ടികളുമായിട്ട് ഇടപെടുന്ന രീതിയിൽ എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. ഒന്നാമത് മനസ്സിലാക്കുക. കുട്ടിയെ എത്ര ആൾക്കാരുണ്ട് ഈ കുട്ടിയെ മനസ്സിലാക്കിയ ഫ്രണ്ട്ലി അല്ലേ? കുട്ടിയുടെ ഇഷ്ടപ്പെട്ട കളർ ഏതാ? എല്ലാ കളറും ഒരു കുട്ടിക്കും ഇഷ്ടമല്ല. നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവും ഉണ്ട്. 50% ഒരു മനുഷ്യൻ 100% ഒരു കാര്യം ആഗ്രഹിച്ചാൽ 50% മാത്രമേ എന്തുള്ളൂ കിട്ടാൻ സാധ്യതയുള്ളൂ. 50% കിട്ടാതിരിക്കാനാണ് സാധ്യത. അപ്പം ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. റെഡ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇന്ന കളർ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ശരി, ആ കുട്ടിയുടെ ആഗ്രഹം എന്താ? ഞാൻ ഒരാളത്തായിട്ട് ചോദിക്കുന്നു. ആ മോന്റെ ആഗ്രഹം എന്താ? റൈസർ ആകണം. 220 മേടിച്ചു കൊടുക്കും താല്പര്യം. മകന്റെ ആഗ്രഹം എന്താ? മകനാ മകളാ? മകളുടെ ആഗ്രഹം മകൾ ആഗ്രഹം എന്താ? IAS എടുക്കണമെന്നുള്ളത്. നിങ്ങളുടെ മക്കൾക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലേ? ഈ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ആ കുട്ടിയുടെ യഥാർത്ഥ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നറിയോ നിങ്ങൾക്ക്? ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ അറിയോ നിങ്ങൾക്ക്? എല്ലാ ഇഷ്ടങ്ങളും എല്ലാവർക്കും, ചിലവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ, എല്ലാവരുടെയും അറിയാം. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് ഏതാന്ന് പിതാക്കന്മാർക്ക് അറിയാത്ത ക്ലാസ് ഉണ്ട്. അവരുടെ ഡിവിഷൻ ഏതാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, അച്ഛന്മാരുണ്ട്. അമ്മമാർക്ക് പിന്നെ അറിയാം. ഏത് ട്യൂഷൻ സെന്ററിലാണ് പഠിക്കുന്നതെന്ന് പോലും അറിയാത്ത എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം കേട്ടോ. എൻ്റെ എന്ന് വെച്ചാൽ ഞാനല്ല, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, അതായത് കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളത് അവരുടെ പോസിറ്റീവും നെഗറ്റീവുകളും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നിങ്ങളുടെ ഭർത്താവിന്റെ നെഗറ്റീവ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് എന്ത് ചെയ്യും? ചട്ടിയും കലം എടുത്ത് തലക്കടിക്കും. ശരിയല്ലേ? അതായത് നിങ്ങളുടെ ഭർത്താവിന്റെ നെഗറ്റീവ് നിങ്ങൾ മനസ്സിലാക്കാതെ ആ നെഗറ്റീവ് ഇഷ്ടപ്പെടാത്ത കാര്യമുണ്ടല്ലോ, ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത, അതായത് ഉദാഹരണം പറഞ്ഞുതരാം, സാമ്പാർ ഇഷ്ടമല്ല, എല്ലാ ദിവസവും സാമ്പാർ ഉണ്ടാക്കുന്ന ഭാര്യ സാമ്പാർ വേറെ കറി കഴിക്കാൻ വേറെ എവിടെയെങ്കിലും പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാതെ അതിനെതിരെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് ഭർത്താവിനൊരു അസ്വസ്ഥത ഉണ്ടാകും. ഇത് തന്നെയാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിലും. നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, അവരുടെ അനിഷ്ടങ്ങൾ അതായത് ഇഷ്ടക്കേടുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ കുട്ടികൾക്ക് നിങ്ങളോട് ഒരു വെറുപ്പുണ്ടാകും. ആ വെറുപ്പ് ഇപ്പം പ്രകടിപ്പിക്കത്തില്ല, കാരണം ഇപ്പം നിങ്ങളുടെ താങ്ങും തണലുമായിട്ടാണ് അവർ വളരുന്നത്. പക്ഷെ ഒരു 18 വയസ്സ് അങ്ങോട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കൂടുതലും വൃദ്ധസദനങ്ങൾ കൂടുന്ന നാടായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുക. എന്താ? പിടിച്ചു കൊണ്ടുപോകും, അവിടെ അങ്ങ് ഇരുത്തും. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ അഭിപ്രായങ്ങൾ ഭർത്താവിനോട് ചോദിക്കാറില്ലേ? അത് വേറെ ടോപ്പിക്, എന്നാലും പറയാം. അഭിപ്രായങ്ങൾ ചോദിക്കാറില്ലേ ഭർത്താവിനോട്? അമ്മയോട് ചോദിക്കാറില്ലേ? അച്ഛനോട് ചോദിക്കാറില്ലേ? മക്കളോട് അഭിപ്രായം ചോദിക്കുന്നത് എത്ര കുട്ടികളുണ്ട്? നിങ്ങളുടെ വീട്ടില് 3 മക്കളുണ്ടെന്നിരിക്കട്ടെ, മൂത്ത പെൺകുട്ടിയുടെ കല്യാണം ആലോചിക്കുക. അവിടെ തന്നെ 12 വയസ്സുള്ള ഒരു പയ്യനുമുണ്ട്. ആ പയ്യനോട് അഭിപ്രായം ചോദിക്കുവോ? അവന് പക്വത എത്തിയിട്ടില്ല അല്ലേ? അവനോട് അഭിപ്രായം ചോദിച്ചിട്ട് എന്താണ് പറ്റുമോ? പക്ഷെ ഇത് സൈക്കോളജി പറയുന്നത് എന്താണെന്നറിയോ? ആ പയ്യനോട് അഭിപ്രായം ചോദിക്കണം.
അങ്ങനെ ചോദിച്ചു വളരുന്ന ആ കുട്ടി സമൂഹത്തിൽ പക്വതയുള്ള കുട്ടിയായി മാറും. നിങ്ങൾ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറില്ലേ? ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ അതിനെല്ലാത്തിനും ഉത്തരം തരുമോ കുട്ടി? തരത്തില്ലല്ലോ. ഈ ചോദ്യം ചോദിക്കുന്നത് പോലെ ഒരു അഭിപ്രായം ചോദിച്ചാൽ എന്താ പ്രശ്നം? അപ്പം എന്ത് ചെയ്യണം? അഭിപ്രായങ്ങൾ ചോദിക്കണം. അതായത് കുട്ടിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയോട് പെരുമാറണം. രണ്ടാമത്തെ പോയിന്റാണ് സ്നേഹം നൽകുക. നിങ്ങൾ കൊടുക്കാറുണ്ടോ സ്നേഹം? കൊടുക്കാറുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ! സ്നേഹം കൊടുക്കാത്തവരൊക്കെ കൈപൊക്കിക്കേ. കൈപൊക്കല്ലേ? ഇനി സ്നേഹം കൊടുക്കുന്നവരൊക്കെ കൈപൊക്കിക്കേ. ഈ രണ്ട് കൂട്ടത്തിലും ഇല്ലാത്ത അതേണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ സ്നേഹം കൊടുക്കത്തില്ല. രണ്ട് കൂട്ടത്തിലും ഇല്ലാത്ത ആൾക്കാരുണ്ട് ഇവിടെ. ഏത് ഇനിയെങ്കിൽ സ്നേഹം എങ്ങനെയാണ് കൊടുക്കുന്നത്? എങ്ങനെ സ്നേഹം കൊടുക്കുന്നത്? പറയുന്നതെല്ലാം കേൾക്കുക എന്ന് പറയുന്ന സ്നേഹം കൊടുക്കുന്നതല്ല. അതും സ്നേഹം കൊടുക്കുന്നതല്ല. നിങ്ങൾക്കറിയത്തില്ല എങ്ങനെ കുട്ടിയെ സ്നേഹിക്കേണ്ടത്. സ്നേഹം നിങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജിലും പഠിച്ചിട്ടുള്ളതല്ലേ? സ്കൂളുകളിലും കോളേജിലും പഠിച്ചിട്ടുള്ളേ. എനിക്ക് തരാത്ത എന്താ? എന്നാ നശിപ്പിച്ച് കിടക്കുമ്പോ ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഞാൻ പറഞ്ഞുതരാം. കിടക്കുമ്പോ ഭർത്താവ് ചവിട്ട് കുഞ്ഞിനെ പോയി കെട്ടിപ്പിടിച്ച ഹഗ് ചെയ്യണം. ഞാൻ പറയാം, നിങ്ങളെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും എല്ലാരും കേട്ടോ. എല്ലാരും എവിടെ? എന്താ ഹാപ്പി ആയില്ലേ? ഹാപ്പി അല്ലേ? അവിടെ നിങ്ങൾക്കെല്ലാം ഒരു പ്രണയം ഉണ്ടെന്നിരിക്കട്ടെ. ഇല്ല, 10ാം ക്ലാസ്സിൽ ഇല്ലായിരുന്നു. 7ാം ക്ലാസ് തൊട്ട് പ്രണയിച്ച ആളാ പറയുന്നത്. 10ാം ക്ലാസ്സിൽ പ്രണയം ഇല്ലായിരുന്നു. 10ാം ക്ലാസ് ആയപ്പോ കല്യാണം കഴിച്ചോ? അങ്ങനെ ശരി. നിങ്ങൾ നോക്കൂ, നിങ്ങൾ 10ാം ക്ലാസ്സിലാണ്. ഇപ്പൊ ഒരു പ്രണയം ഉണ്ടല്ലോ. അമ്മേ പ്രണയം ഉണ്ട് കേട്ടോ. ശരി, ആ പ്രണയം നിങ്ങൾ പറഞ്ഞതല്ല. നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകി എന്ത് ചെയ്ത് നിങ്ങളോട് വന്ന് പറഞ്ഞതാണ്. ശരിയല്ലേ? ആണോ? എവിടെ ആണ്? ശരി, അങ്ങനാണെങ്കിൽ ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ ആദ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് എങ്ങനാ? അതാ എന്റെ ക്വസ്റ്റ്യൻ. എങ്ങനാ? അതായത് പ്രണയിക്കുന്ന സമയത്ത് കാമുകന്മാരെങ്ങനെ പരസ്പരം പ്രണയം കൈമാറുന്നേ? ആദ്യം കണ്ണുകൾ കൊണ്ട് കഥകൾ രചിക്കും. ചില ആ സമയത്ത് ചിലപ്പോ കണ്ണുകൾ കൊണ്ട് കഥകൾ രചിക്കുമ്പോ ചിലവർക്കും മനസ്സിലാകത്തില്ല. ഈ കാലമാണൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ, ഇവൻ എന്തിന്റെ സോക്കേടാ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. എവിടെ ആരെങ്കിലും നോക്കാൻ വേണ്ടി ഒരുക്കി കെട്ടിയ രാവിലെ പോകുന്നത്. പിന്നെ എങ്ങനെ പറയുന്നേ? അതല്ലേ പണിയുന്നു കണ്ടോ? പണിയതാ. ശരി, ഒരു പെൺകുട്ടിയോട് ഒരു ആൺകുട്ടിക്ക് പ്രണയം തോന്നിയാൽ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താ? പോയി പറയും അല്ലേ? പണ്ടത്തെ പ്രണയത്തിനൊക്കെ ഒരു പക്വത ഉണ്ടായിരുന്നു. കത്ത് വഴി ദൂതം വഴിയൊക്കെ ആയിരുന്നു പോകുന്നത്. ഇപ്പൊ അങ്ങനൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ മരുമോളാകാൻ നീ തയ്യാറാണോ? അല്ലെ? എന്റെ കുഞ്ഞുങ്ങളുടെ തള്ളയാകാൻ നീ തയ്യാറാണോ എന്നൊക്കെയാ ചോദിക്കുന്നത്. എങ്ങനായാലും എന്ത് ചെയ്യും? പോയിട്ട് എന്ത് പറയും? ഐ ലവ് യു എന്ന് പറയും അല്ലേ? യു എന്തോ മനുഷ്യരാ, ജീവിതത്തെ ഐ ലവ് യു എന്ന് കേട്ടിട്ടില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ ഇവിടെ? മോനടാ ഇങ്ങ് വന്നടാ, ചിലക്കൾ ഇങ്ങ് വന്ന ചോദിക്കട്ടെ, ഇങ്ങ് വാ. ശരി, അപ്പൊ ഐ ലവ് യു എന്ന് എന്ത് ചെയ്യും? പറയും. മോനെ നീ ഐ ലവ് യു എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടെ? ഐ ലവ് യു എന്ന് പറയുമ്പോ തന്നെ അവന്റെ നാളം കണ്ടോ? ഈ ഐ ലവ് യു എന്ന് പറയുന്നത് നമ്മളെ കുട്ടികൾ മനസ്സിലാക്കി എവിടാന്നറിയാവോ? കാമുകിയെടുത്ത് പോയിട്ട് ഐ ലവ് യു പറയും. ശരിയല്ലേ? അങ്ങനല്ല. നിങ്ങളുടെ മനസ്സിലെന്തോ ഐ ലവ് യു എന്ന് വെച്ചാൽ എന്താ ഐ ലവ് യു? എന്താ ഐ ലവ് യു എന്താ ഐ ലവ് യു എന്ന് വെച്ചാൽ എന്താ? പ്രണയിക്കുന്ന സമയത്ത് പറയുന്ന സംഭവമാണ് ഐ ലവ് യു. എന്താ മാം? ഇഷ്ടമാണ്. ആരോട്? എന്താണ്? കാരണം നിങ്ങൾക്ക് തന്നെ ഒരു നാണക്കേട് വന്നില്ലേ? നിങ്ങൾക്ക് തന്നെ ഒരു ചമ്മൽ വന്നില്ല? ഐ ലവ് യു, ഒരു കുളിര് വന്നില്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താ?
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ലെ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ മക്കളത്തെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും വൈകുന്നേരം കിടക്കുന്ന സമയത്തും ഐ ലവ് യു എന്ന് നിങ്ങൾ പറയുന്നില്ല എങ്കിൽ 18 വയസ്സ് വരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി താഴെ വെക്കാതെ മേളി വെക്കാതെ എല്ലാം ഇങ്ങനെ പൊന്നുപോലെ നോക്കിയപ്പോ 18ാമത്തെ വയസ്സാകുമ്പോ ആ മോളെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഇങ്ങനെ പിടിച്ചോണ്ടങ്ങ് പോകും. എന്താ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഐ ലവ് യു എന്ന്. അപ്പൊ ചെന്നിട്ട് പറഞ്ഞു ഐ ലവ് യു. ഇവക്ക് വല്ലാത്തൊരു അനുഭൂതി, അല്ലേ? അപ്പൊ മക്കളത്ത് എന്ത് പറയണം? ഐ ലവ് യു എന്ന് പറയണം. എപ്പോഴൊക്കെയാ പറയേണ്ടത്? രാവിലെ. നിങ്ങൾ സാധാരണ മക്കളെ വിളിച്ചുണർത്തുന്നത് എങ്ങനെയാ? ആദ്യമേ ചെന്ന് മോനെ എണ്ണിക്കണം, രണ്ടാമത് മോനെ എണ്ണിക്കണം, അല്ലേ? ഇതില്ലെങ്കിൽ അല്ല വീട്ടിലോട്ട് ചെല്ലണം, അന്നേരം അറിയാം. 2 ചവിട്ടും കൂടെ കൊടുക്കും, വെള്ളം കോരി തലവഴി അങ്ങ് ഒഴിക്കും. പാവപ്പെട്ട കുഞ്ഞിന്റെ അവസ്ഥ ഒന്ന് ഓർത്തേ. അപ്പ സാധാരണ ചൈൽഡ് സൈക്കോളജി പറയുന്നത് ഒരു കുഞ്ഞുറങ്ങുന്ന സമയത്ത് അവന്റെ ബുദ്ധി വികാസിക്കും. മനസ്സിലാ? അവന്റെ ബുദ്ധി വികസിക്കുന്നത് എപ്പോഴാ? ഉറങ്ങുന്ന സമയത്താ. അവന്റെ ഓർമ്മ ശക്തി വികസിക്കുന്നത് എപ്പോഴാ? ഉറങ്ങുന്ന സമയത്ത്. ആ സമയത്ത് ചെന്ന് അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ചെന്നിട്ട് തലയിൽ ഇങ്ങനെ തലോടണം, എന്നിട്ട് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. രാവിലെ 7 മണിക്ക് നിങ്ങളുടെ കുട്ടി എണ്ണീക്കണമെങ്കിൽ 6:30 ആകുന്ന സമയത്ത് പോയി അടുത്തിരുന്നിട്ട് തലയിൽ ഇങ്ങനെ തലോടിക്കണ്ട. എന്റെ പൊന്നു മോനെ, മുത്ത്, ചക്കര, വാവ എവിടെ? നമ്മള് വിളിക്കും ഫോണിക്കൾ, അല്ലേ? നമ്മള് മുത്തേ ചക്കരയൊക്കെ വിളിക്കുന്ന ആരെയാ? ഞാൻ പറയാന്നില്ല, പോട്ടെ. അപ്പം ഈ കുഞ്ഞിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് കൈയൊക്കെ ഇങ്ങനെ നെക്കിക്കൊടുത്തോണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് നിൽക്കരുത്, വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നെക്കിക്കൊടുത്തുകൊണ്ട് നല്ല വാക്കുകൾ പറയണം. അപ്പോൾ ഈ കുട്ടിയുടെ മൈൻഡിലേക്ക് എന്ത് വരും? പോസിറ്റീവ് എനർജി വരും. ആ സമയത്ത് പതുക്കെ എഴുന്നേക്കാൻ ശ്രമിക്കുക. അതായത് 3 തലത്തിലാണ് ഒരു കുട്ടി ഉറക്കത്തിൽ നിന്നും എഴുന്നേക്കുന്നതെന്നാ പറയുന്നത്. 3 തലത്തില്. അതിന്റെ 2ാമത്തെ തലമാകുമ്പോ ബോധം, പകുതി ബോധം. നമ്മൾ പറയത്തില്ല അവൻ ഉറങ്ങുന്നല്ല, അവൻ ചില കാര്യങ്ങൾ രാത്രി ഞാനും നീയും കൂടെ പറഞ്ഞതല്ല അവൻ കേട്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാനും വൈഫും കൂടെ. അവര് കേട്ടെന്ന് തോന്നുന്നു, അതിൽ നോട്ടം കാണുമ്പോ അറിയാം. മക്കളെ കുറിച്ച് പറയുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ, മക്കളെ കുറിച്ച് പറയുന്ന കാര്യം. അപ്പൊ ഇത് ഈ കുട്ടി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങും. കേൾക്കുമ്പോ ഈ കുട്ടിയുടെ മെമ്മറിയിലേക്ക് ഇത് എന്ത് ചെയ്യും? സേവ് ചെയ്യും. അപ്പം നമ്മുടെ നല്ല വാക്കാ. അപ്പൊ ഈ അമ്മയോട് അച്ഛനോട് എന്ത് തോന്നും? ഇഷ്ടം തോന്നും, അല്ലേ? ഇങ്ങനെ തലയിൽ തലോടിക്കൊണ്ട് വളരെ മൃദുവായിട്ട് കുട്ടിയെ പയ്യെ വിളിച്ചുണർത്തണം. എന്നിട്ട് പൊന്നുമോന് ചായ വേണ്ടേ? ചായ കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ബ്രഷ് ചെയ്യണം, അല്ലേ? ഇങ്ങനെ നല്ലത് പറഞ്ഞു കൊണ്ടുപോയിട്ട് ചെയ്യണം. നമ്മൾ ചെയ്യും എന്ത്? മദ്രസയിൽ പോകണം, സ്കൂളിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, അമ്പലത്തിൽ പോകണം, എല്ലായിടത്തും പോകണം, അല്ലേ? അതിന് കുട്ടി എണ്ണിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പ്രാധാന്യം എന്താണ്? അവരവിടെ വിടുന്നില്ല, അല്ലേ? അല്ലേ? അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്കൂളിൽ ഇവിടെ ഒരു ദിവസം കുട്ടി ഉറങ്ങിപ്പോയി, 9 മണി വരെ ഉറങ്ങിപ്പോയി, അന്ന് സ്കൂളിൽ പോകണ്ടെന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ ഇടിക്കും തന്നെ. ഉണ്ടോ? ഞാൻ പറയും പോകണ്ടെന്ന് പറയും. എന്റെ കുട്ടികൾ പലപ്പോഴും ഇവിടെ, അല്ലേ, ടീച്ചറെ വരാറില്ല, വന്നാൽ തന്നെ താമസമായിരിക്കും വരുന്നത്. അവരുറങ്ങട്ടെന്ന് പറയും ഞാൻ. അവരുറങ്ങട്ടെ. ഈ കുട്ടി നേരത്തെ എഴുന്നേക്കാത്തതിന് കാരണം വരാ ഞാനാ. രാത്രി ഇന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കും, രാത്രി ഇന്ന് കളിച്ചുകൊണ്ടിരിക്കും. രാത്രി 10 മണിക്ക് ഉറങ്ങേണ്ടവനാണെങ്കിൽ 12 മണി വരെ ഉറങ്ങും. ആരാ കാരണക്കാരൻ? ഞാനാ. നിങ്ങളും അങ്ങനല്ലേ? ഞോണ്ട് കുട്ടി അടുത്തിരുന്ന് എത്തി നോക്കും, അല്ലേ? ഇങ്ങനെ റീൽസ് കാണലോടുകൂടി എന്നിട്ട് പറയാം 6 മണിക്ക് തന്നെ നീ എഴുന്നേക്കണം. 12 മണിയാകുമ്പോ എണീക്കുവോ? കുട്ടിയല്ലേ, പൂമ്പാറ്റയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുക്കേണ്ട ഒന്നാമത്തത് എന്താണ്? തുറന്നു പറയണം. സൈക്കോളജി പറയുന്നു, ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഒരാളടുത്ത് ഭയങ്കര സ്നേഹമുണ്ട്, ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, ഇതുവരെ അറിഞ്ഞിട്ടില്ല, പാവപ്പെട്ടവർ അറിയുമോ? അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞോളാൻ. വേറെ അടുത്തുമല്ല, മക്കളോട് കേട്ടോ, ഇക്കാക്കോട്, പിന്നെ ഭർത്താക്കന്മാരോട് പറ. ഭർത്താക്കന്മാരെ ചെന്നിട്ട് ഭർത്താക്കന്മാര് കയറി വരുമ്പോഴത്തേക്ക് ഓടി ചെന്നിട്ട് ചേട്ടാ ഐ ലവ് യു. ചേട്ടൻ ഇവക്ക് നിന്ന് പറ്റി? ഇത്രയും നാളില്ലാത്ത ഒരു അസുഖമാണല്ലോ ഇത്, അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറയും, പ്രശ്നമാകും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം, ഇടയ്ക്കിടയ്ക്ക് പറയണം. നിങ്ങളുടെ ചേട്ടൻ വരുന്ന സമയത്ത് ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറയണം, ചേട്ടാ എന്ത് സൗന്ദര്യ ചേട്ടനെ കാണാൻ, എന്ത് സുന്ദരനാ പറയണം.
അപ്പൊ വേറെ ആരെങ്കിലും സുന്ദരനാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോത്തില്ല. അതിനുള്ള ഇതാ, മനസ്സിലായോ? അപ്പം നമ്മുടെ കുട്ടിയെടുത്ത് പിന്നെ രണ്ടാമത് ഒന്ന് സ്നേഹം തുറന്നു പറഞ്ഞു. പിന്നെന്താ ചെയ്യണ്ടേ? പിന്നെന്താ ചെയ്യണ്ടേ? ഹഗ് ചെയ്യാറുണ്ടോ? കെട്ടിപ്പിടിക്കാറുണ്ടോന്ന്? എത്ര വട്ടം കെട്ടിപ്പിടിക്കാറുണ്ട്? ഒരുപാട്, ഒറ്റ വട്ടം. അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണെന്നേ. അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു വട്ടമൊക്കെ കെട്ടിപ്പിടിക്കുന്നേ. വലിയ കുട്ടികളെ കെട്ടിപ്പിടിച്ചെന്താ ലോകം ഇടിഞ്ഞു വീഴുവോ? വലിയവര് അതെന്താണെന്നറിയാവോ? നിങ്ങൾ എല്ലാരും മനസ്സിലാക്കേണ്ടതാണ്. +1, +2, 10ാം ക്ലാസ്, അതല്ലെങ്കിൽ 20, 25, 30 വയസ്സുള്ള ഒരു കുട്ടി നിങ്ങൾ കൊണ്ടുവന്നിരിക്കട്ടെ. ആ കുട്ടി നിങ്ങളെ ഹഗ് ചെയ്യാൻ നിങ്ങളത്തേക്ക് വരുന്നില്ല എങ്കിൽ അതിന് തെറ്റുകാരൻ നിങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും ആ കുട്ടിയെ പോയിട്ട്, ഇവിടെ ആണുങ്ങളാരും ഇല്ലേ, പോയിട്ട് ഇങ്ങനെ തൊടുന്നത് വർഷത്തിൽ ഒരിക്കലായിരിക്കും. അല്ലെങ്കിൽ വല്ല ആണ്ടിൽ എന്തെങ്കിലും സങ്കടം വരുമ്പോഴായിരിക്കും മോനെ പോട്ടെ എന്ന് പറഞ്ഞു വരുന്നത്. എല്ലാ ദിവസവും ഒരു കുട്ടിയെ ഹഗ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു അമ്മ, ഈ അച്ഛന്മാരുടെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? +2 പഠിക്കുന്ന ഒരു മോളുണ്ടെങ്കിൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടിയെ തൊടത്തു പോലും ഇല്ല. അടുത്ത് വന്നിരിക്കുമ്പോൾ എന്താണ് ഇരിക്കുന്നത്, പൊടി എന്ന് പറയും. ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രശ്നം നമ്മുടെ രക്തമല്ലേ, നമ്മൾ നൊന്ത് പ്രസവിച്ചതല്ലേ. അവരെ ആണാട്ടെ പെണ്ണാട്ടെ അവരെ കെട്ടിപ്പിടിക്ക്. ഈ ടച്ച് ഫീലിംഗ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള, അത് വേറൊരു വികാരമാണ്. പക്ഷെ മറ്റേത് വാത്സല്യത്തിന്റെ വികാരമാണ്. നിങ്ങളുടെ +1കാരനായിട്ടുള്ള മോനെ നിങ്ങളെ ചേർത്ത് പിടിക്കണം. ഇങ്ങനെ കെട്ടല്ല, ഇങ്ങനെ തോളോട് ഇങ്ങനെ ചരിച്ചു പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, എല്ലാ ദിവസവും പിടിക്കണം. എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞു പിടിക്കണം, കഥകൾ പറഞ്ഞു കൊടുക്കണം ആ സമയത്ത്. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചില്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് വ്യക്തത മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ മക്കളെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എപ്പോഴൊക്കെയാ നമ്മൾ സ്കൂളിലേക്ക് കുട്ടി പോകാൻ നേരം നമ്മളെല്ലാം ഇങ്ങനെ ഇതെടുത്ത് ബാഗിലെല്ലാം എടുത്തു, പെൻസിൽ, പേന, ഇതല്ലേ നോക്കുന്നേ. ഇതൊക്കെ എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് അറിയാം? യഥാർത്ഥത്തിൽ മുമ്പത്തെ ദിവസം രാത്രി എടുത്തു വെച്ച് നോക്കണം. അവന്റെ ഷൂ ഉണ്ടോ, അവന്റെ പാൻറ് തേച്ചിട്ടുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ മുമ്പത്തെ ദിവസം രാത്രിയാണ് നോക്കേണ്ടത്. അതല്ലാതെ ആ സമയത്ത് വെപ്രാളം തല്ലിട്ട് ഈ എല്ലാ ദിവസവും സംഘട്ടനം നടക്കും വീട്ടിൽ, അറിയാവോ? അതായത് ലോകമഹായുദ്ധം എപ്പോഴാണെന്നറിയാവോ? ഈ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത്. അമ്മമാരുടെ ഒരു സ്ഫോടനം ഉണ്ട് അവിടെ. അല്ല, അച്ഛന്മാർ പിന്നെ കൂടുതൽ മൈൻഡ് ചെയ്തില്ല. അവർ ഒന്നീ നേരത്തെ ഇറങ്ങിപ്പോ, അതല്ലെങ്കിൽ മുമ്പിലേക്ക് കളിച്ചോണ്ടിരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താണ്. അന്നേരം ഈ കുട്ടിക്ക് വേണ്ടതെല്ലാം മുൻപത്തെ ദിവസം എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുക്കി വെക്കണം. അന്നേരം ആ സമയത്ത് കിടന്ന് ഓടാൻ നിൽക്കരുത്. ആ സമയത്ത് എന്താ നല്ലോണം പഠിക്കണം കേട്ടോ, മിടുക്കനാകണം. ടീച്ചർമാരെ കൊണ്ട് ഇന്ന് നല്ലത് പറയിപ്പിക്കണം. എല്ലാ ദിവസവും പറയണം എന്ത്? ടീച്ചർമാരെ കൊണ്ട് ഇന്ന് നല്ലത് പറയിപ്പിക്കണം കേട്ടോ. ടീച്ചർമാരെ കൊണ്ട് വഴക്കൊന്നും പറയിപ്പിക്കല്ല്. പാപ്പയെ നാണം കെടുത്തരുത്, ഉമ്മയെ നാണം കെടുത്തരുത് എന്ന് എന്ത് ചെയ്യണം? കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ടൊരു ഹഗ്ഗൊക്കെ കൊടുത്ത് നെറുകയില് നമ്മൾ സാധാരണ കവിളിലാണല്ലേ മുത്തം കൊടുക്കുന്നത്. നിങ്ങൾ നെറുകയിലേക്ക് ചുംബനം കൊടുക്കുക. തലയിലൂടെ ഇങ്ങനെ തലോടി നോക്കും കുട്ടിയെ. അത് ആ കുട്ടി ജീവിതകാലം മുഴുവനും നിങ്ങൾ തമ്മിൽ ഒരു ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരിക്കും നിങ്ങളോട്. അല്ല എന്താ? എന്നിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട്, സ്കൂളിൽ പോയ കുട്ടി പഠിച്ചു തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയമുണ്ടല്ലോ, വീട്ടിലേക്ക് വരുന്ന സമയം നിങ്ങൾ ആദ്യമേ ചോദിക്കുന്ന ചോദ്യം എന്താ? ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ച് പറ. ഇല്ല, ഇന്ന് ടെസ്റ്റ് പേപ്പർ ഇട്ടോ, എത്ര മാർക്കുണ്ട് പറ. ഇന്ന് നീ ആരെങ്കിലും തല്ലിയോ? ആണോ? അല്ല. ആ കുട്ടി, ചില അമ്മമാരെ ഞാൻ കണ്ടു, ഒരു +1കാരിയായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് പരാതി പറഞ്ഞു, എന്താണ് എന്റെ അമ്മ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചത് അതെന്താ? അമ്മ, ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്നത് അമ്മയെ കാണാനുള്ള എനിക്ക് വേറെ ഒറ്റ മോളാ, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല. എന്റെ അമ്മയെ ഞാൻ കൂട്ടുകാരിയായിട്ട് കാണുന്നത്. ഞാൻ ഓടി ചെല്ലുമ്പോ അമ്മ എന്നോട് പറയും പോയി കുളിച്ചിട്ട് പാടിയെന്ന്. ഞാൻ പോയി കുളിച്ചിട്ട് ചില കണ്ടല്ലോ, കേറി വാതില് വരുമ്പോഴത്തേക്ക് ബാഗ് അവിടെ കൊണ്ടുപോയി പോയി കുളിച്ചു. അങ്ങനല്ല. ആ കുട്ടി വരുന്ന സമയത്ത് ഓടിച്ചെന്ന് എന്റെ പൊന്നുമോൻ വന്നോ എന്ന് പറഞ്ഞൊന്ന് കെട്ടിപ്പിടിക്കണം. എന്നിട്ട് ബാഗ് നമ്മളിങ്ങനെ വാങ്ങണം. എന്നിട്ട് തോളെ കൈയിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കണം. എന്നിട്ട് പറയണം, മോന് ചായ എടുക്കട്ടെ, ഫുഡ് കഴിച്ചോ, നല്ല കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം പറയണം, മോൻ പോയി കുളിച്ചിട്ട് കേട്ടോ, അമ്മ എന്ത് ചെയ്യാം, ചോറ് വിളമ്പി തരാം. എത്ര പേരുണ്ട് പറയുന്നത്? എത്ര പേരുണ്ട്? ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. മറ്റേത് സ്നേഹമല്ല. മറ്റേത് എല്ലാരെയും പോലെയാണ് നിങ്ങളും.
നിങ്ങൾ ആരാണ്? ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടവരാണ്. ഒരു തലമുറയെ വാർത്തെടുക്കണം. ഏത് തലമുറ? നല്ലൊരു തലമുറയെ, കള്ളനെ പിന്നെ കൊലപാതകയല്ല, നല്ലൊരു തലമുറയെ വാർത്തെടുക്കേണ്ട ആളാണ്. അപ്പം സ്നേഹം എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ സ്നേഹം പിന്നെ എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? നല്ലത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. പിന്നെ ഫ്രണ്ടിൽ മാത്രം ചോദിക്കുന്നില്ല, ബാക്കിലുള്ളവരടുത്ത് പോയി ചോദിക്കാൻ. പിന്നെന്താ ചെയ്യേണ്ടത്? ടീച്ചർ ഇറങ്ങി ഓടി, ഇവിടെ വരെ എത്തത്തുള്ളൂ, അതുകൊണ്ടാ പോകാത്തത്. പിന്നെന്താ ചെയ്യേണ്ട? പറയും. സ്നേഹം പിന്നെ എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? അറിയില്ല. കുട്ടിക്ക് ഒരു തെറ്റ് പറ്റി അല്ലെ? കുട്ടിക്ക് ഒരു തെറ്റ് പറ്റി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? റാൻസി റാണിയാകും. തെറ്റ് ഈ തെറ്റ് എങ്ങനെയുള്ള തെറ്റാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടി സ്കൂളിലേക്ക് പോയി ഒരു കുരുത്തക്കേട് കാണിച്ച, അല്ലെങ്കിൽ പഠിക്കാൻ വളരെ മോശമാണ് കുട്ടി. അപ്പൊ ടീച്ചർ പറഞ്ഞ് ഈ കുട്ടി ഭയങ്കര കുരുത്തക്കേടാണ് എന്ന് നിങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞു. ഇവരെ ഭയങ്കര ശല്യമാണോ? നമ്മുടെ ടീച്ചർമാരും പറയത്തില്ല കേട്ടോ, നമ്മുടെ ടീച്ചറൊക്കെ അടിപൊളി ടീച്ചർമാരാ. ഈ ടീച്ചർ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുട്ടി വീട്ടിലേക്ക് വരുവാ. ഇതൊന്നും കുട്ടി കഥയൊന്നും അറിയാതെ ആട്ടം കാണാൻ വേണ്ടി വരുവാ. വരുന്ന സമയത്ത് നിങ്ങള് പിന്നെ മറ്റേ ദോശ ചുട്ടോണ്ടിരിക്കാന്നിരിക്കട്ടെ. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ വീട്ടിലോട്ട് കയറി വരുവാ. വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? ചട്ടകം ദോശ ഇങ്ങനെ ഇരിക്കുവാ. ടീച്ചർ എന്ത് പറഞ്ഞു? ഈ കുട്ടി വളരെ മോശമാണെന്ന്. എന്തു പറയും? ചട്ടകം വെച്ച് വന്ന് കേറുമ്പോഴേക്ക് നീന്നെ വല്ല വാഴ വെച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇവിടെയും സ്വസ്ഥത വരുന്നില്ല, അവിടെയും സ്വസ്ഥത വരുന്നില്ല അല്ലേ? പക്ഷെ നിങ്ങളൊരു നല്ല രക്ഷിതാവാണെങ്കിലുണ്ടല്ലോ, ആ കുട്ടി വന്ന സമയത്ത് തന്നെ അവനെ സ്വീകരിച്ച്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെയൊക്കെ സ്വീകരിച്ച് കൊണ്ട് വിളിച്ചിരുത്തിയിട്ട്, മോനെ ഇന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്നു എന്ന് ചോദിക്കണം. സ്കൂളിൽ എന്തൊക്കെ നടന്നു, ടീച്ചർ ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് ചോദിക്കണം. നിങ്ങൾക്കറിയുമോ ബൾബ് കണ്ടുപിടിച്ചാരാന്ന്? ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. ആ എഡിസന്റെ വിദ്യാഭ്യാസം എത്രയാണെന്ന് അറിയാവോ? അറിയുമോ? 4ാം ക്ലാസ് ആണ് കേട്ടോ. അതായത് ഇന്നത്തോടു കൂടി നിർത്തിക്കോ. ഈ കൂടി പഠിക്കുന്ന പിള്ളേർ 4ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയല്ലേ? എഡിസൺ ആണോ? ആ പഠിത്തം നിർത്തിയത് കൊണ്ടല്ല. തോമസ് ആൽവ എഡിസൺ 1997 കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തിലെ മികച്ച അതെന്തുകൊണ്ടാണെന്നറിയാവോ? ആ കുട്ടി സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് ടീച്ചർ ഒരു കയ്യിലൊരു കത്തെഴുതി കൊടുത്തു പറഞ്ഞു, നിങ്ങളുടെ മോനൊരു മന്ദബുദ്ധിയാ എന്നാ കത്തിലെഴുതിയത്. അത് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞ് അമ്മ ആ കത്ത് വാങ്ങി വായിച്ചപ്പോ അത് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ മകൻ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് ഈ സ്കൂളിലേക്ക് പറഞ്ഞു വിടരുത്. ഈ സ്കൂൾ 100% വിജയം കിട്ടുന്ന സ്കൂളാണ്. നിങ്ങളുടെ മകൻ കാരണം അത് കളയരുതെന്ന് പറഞ്ഞപ്പോ ആ കയ്യിൽ ഇങ്ങനെ ആ കത്തിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് മകനോട് അമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാവോ? നമ്മളാണെങ്കിൽ ചട്ടം വെച്ച് കുഞ്ഞിന്റെ തലക്കടിക്കുക. അമ്മ പറഞ്ഞു, മോനെ നീ ആ സ്കൂളിൽ പോകണ്ട, നിന്നെ പഠിപ്പിക്കുവാൻ പാകത്തിലുള്ള കഴിവുള്ള ഒരു അധ്യാപിക പോലും എന്തെയില്ല ആ സ്കൂളിൽ ഇല്ല എന്ന് പറഞ്ഞ്. നമ്മളാണെങ്കിൽ ചട്ടകം നെഞ്ചത്തേക്ക് കയറ്റി കൊടുക്കും അല്ലെ? കത്തി കിട്ടാഞ്ഞ കാര്യമായി മറ്റേ സവാള അറിയാതെ ഇരിക്കുന്നത് അല്ലെ? ഒന്ന് ഓർത്ത് നോക്ക്. പിന്നീട് ആ കത്ത് കിട്ടുന്ന കാര്യം, അത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, കത്ത് കിട്ടുന്ന കഥയൊക്കെ ഈ എഡിസൺ പറയുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ ചരിത്രം എഴുതിയിരുന്നത്. നോക്കൂ, ആ കുട്ടിയുടെ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ, അത് എന്ത് തെറ്റായിക്കോട്ടെ, അവനെ വിളിച്ചിരുത്തിയിട്ട് ആ തെറ്റിന് ക്രൂശിക്കാതെ ആ കുഞ്ഞിനെ അതിൽ നിന്നും തിരുത്തുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്നേഹമുള്ള മാതാവ് ആയി മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ പോയിന്റ്, ഒന്ന് സ്നേഹം കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ് ആണ് താരതമ്യം ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്യാറുണ്ടോ? എന്താ താരതമ്യം ചെയ്യാതിരിക്കുക? ചെയ്യാറുണ്ടോ? ഇല്ല. ഉദാഹരണം പറയാം. നിങ്ങൾ ചെയ്യോ ഇല്ലയോ? നിങ്ങളുടെ കുട്ടി ഇവിടുന്ന് 4ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ കഴിഞ്ഞ് മാർക്ക് പേപ്പറുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ കുട്ടിക്ക് 50ൽ 48 മാർക്കുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് സന്തോഷിക്കത്തില്ലേ? എന്നിട്ട് അടുത്തൊരു ചോദ്യമുണ്ട്, മോനെ നിന്റെ കൂട്ടുകാരൻ ബിബിൻ ഉണ്ടല്ലോ, അവൻ എത്ര മാർക്കുണ്ട്? ചോദിക്കുവോ? ഇല്ല, ആരും ചോദിക്കത്തില്ല. ചോദിക്കും, എനിക്കറിയാമല്ലോ ചോദിക്കും. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം പറയുമ്പോ അമ്മയുടെ അടുത്ത് പറയും, അമ്മ അവനൊരു 46 മാർക്കേ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ആശ്വാസം. അടുത്ത ക്വസ്റ്റ്യൻ വരും. എന്താ പറയാവോ? മോനെ നിന്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കാ? ചോദിക്കുവോ? അതാ താരതമ്യം എന്ന് പറയുന്നത് കേട്ടാ. നിങ്ങൾ അറിയാതെ നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കും. അതാണ്
താരതമ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ചില കുട്ടികൾ ബാക്കി 2 തമാശ 2 മാർക്ക് എവിടെയാണെന്നൊക്കെ ചോദിക്കത്തില്ലേ? നിങ്ങളുടെ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടണം? ഇനി 50-ൽ വട്ട 0 ആയിക്കോട്ടെ, ഒന്നും വേണ്ട. അന്നേരം എന്താ നിങ്ങൾ പറയണ്ടേ? അവൻ എത്ര കിട്ടിയോന്നല്ല ചോദിക്കേണ്ടത്, അവക്ക് എത്ര കിട്ടിയോന്നല്ല ചോദിക്കണ്ടേ. എന്താ ചെയ്യണ്ടേ? ആഹോ, തമാശ രീതി കാണുന്നത്. ആഹോ 0, വാപ്പായ്ക്ക് ഇതിലും വലിയ 0ആണോ പറഞ്ഞു കിട്ടിയത്? പറയണം. എന്നിട്ട് പിന്നെ പറയണ എന്താ പറയാവോ? ഇന്ന് നമുക്ക് പാപ്പിക്ക് വരുമ്പം ഇത് കൊണ്ട് ഓംലേറ്റ് അടിച്ചു കൊടുക്കാം. കുട്ടിനെ കൂളാക്കുക. കാരണം ഈ കുഞ്ഞ് ഈ 0 ആയിട്ട് വരുന്ന 0 ആയിട്ട് വരുന്ന സമയത്ത് ഇവന്റെ മനസ്സിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തും. എന്താ, എന്റെ ഉമ്മ എന്ത് പറയും, അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെ? ഒരുപാട് ചിന്താഗതികളുമായിട്ടായിരിക്കും വരുന്നത്. ആ സമയത്ത് നമ്മൾ വളരെ കൂളായിട്ട് ഈ കുട്ടിയെ എടുത്തു. എന്നിട്ട് പറയണം, മോനെ അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇതിലും കൂടുതൽ വാങ്ങണം, ഇതിലും കൂടുതൽ വാങ്ങണം. കുട്ടിക്ക് മോട്ടീവാണ് കൊടുക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? താരതമ്യം ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. നമ്മുടെ മകനെയും അപ്പുറത്തെ വീട്ടിലെയും അവരെ തമ്മിൽ ആ കുട്ടിയെ നോക്കി നമ്മൾ ഒരു കുരുത്തക്കേട് കാണിക്കും, അല്ലെ കുഞ്ഞ്? ആ കുട്ടിയെ ഒന്ന് നോക്കണം. എന്ത് അച്ചടക്കം, അവരുടെ വീട്ടിലോട്ട് ചെല്ലണം അച്ചടക്കം അറിയണമെങ്കിൽ. അച്ചടക്കമുള്ള കുട്ടി, എന്ത് മര്യാദക്കാരൻ. നമ്മുടെ മക്കളുടെ മുമ്പ് വെച്ച് നിങ്ങൾ ഏറ്റവും വലിയൊരു ക്രൂരത ചെയ്യാറുണ്ട്. സാധാരണ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ള കുട്ടികളെ പുകഴ്ത്തി പറയുക. നിങ്ങൾ പറയാറുണ്ട്, അവൻ എന്ത് കഴിവുള്ള പയ്യനാ, അല്ലേ? എന്ത് കഴിവാ അവന്. അവന്റെ സ്വഭാവം ഒന്ന്, അവന്റെ കാല് കഴുകി കുടിക്കാൻ പറ്റില്ല. ആൾക്കാർ ഏറെ പറയുന്നത് കാല് കഴുകി കുടിക്കാൻ വരെ നിങ്ങൾ പറയരുത്. കാരണം നിങ്ങളുടെ മകന്റെ സ്കില്ലുകളെല്ലാം എന്ത് ചെയ്യാണ്, അവിടെ നശിച്ചു പോവാണ്. അവന് ഒന്നിനും കൊള്ളാത്തവനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളടുത്ത് നിങ്ങളുടെ മകൻ പറയുകയാണ്, അപ്പുറത്തൊരു ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മയെ കാണാൻ അടിപൊളിയാണല്ലോ, നിങ്ങളുടെ മുഖത്ത് നോക്കി പറയവാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്റെ അമ്മ പോരാ, അല്ലേ? നിങ്ങൾ സഹിക്കുവോ? അപ്പുറത്തൊരു അച്ഛനുണ്ടല്ലോ, അച്ഛന് കാറുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ എന്താ കാറില്ലാത്ത? കുട്ടി നമ്മളെ കുറിച്ചൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടി ഇരുന്നാൽ തീർന്നില്ലേ? തീർന്നോ? നമുക്ക് എന്തെങ്കിലും വിലയുണ്ടോ? പിന്നെ ഒരു വിലയില്ല. താരതമ്യം ചെയ്യാൻ പോലെ ഈ പഠന കാര്യത്തിലാണ് കൂടുതലും കുട്ടികളെ താരതമ്യം ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവുകളായിരിക്കത്തില്ല. അപ്പുറത്തെ വീട്ടിലെ മകൻ ചിത്രം വരയ്ക്കുന്നു, ഓക്കെ, നല്ലതുപോലെ ചിത്രം വരയ്ക്കും. ഇത് കാണുമ്പോൾ നമുക്ക് എന്താകും? അവനാകാമെങ്കിൽ എന്റെ മോനെന്തായ, എന്റെ മോനും ആകണം, ശരിയല്ലേ? നീ ചിത്രം വരച്ചേ പറ്റത്തുള്ളൂ, കുട്ടി അടിച്ചേൽപ്പിക്കും. ഈ പാവപ്പെട്ടവന് ആ സ്കില്ലില്ല. അവൻ നല്ല പാട്ട് പാടുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ പഠനത്തിലോ അല്ലെങ്കിൽ മറ്റു സ്കില്ലുകളുടെ കാര്യത്തിലോ ഒരു കുട്ടിക്കുള്ള കഴിവല്ല മറ്റൊരു കുട്ടിക്ക് ഉള്ളത്. ഈ ഇപ്പൊ കൊല്ലത്ത് നിന്നും ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വിളിച്ചു. ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് മലയാളത്തിൽ എഴുതാൻ, ഏറ്റവും വലിയൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, മലയാളത്തിൽ ആ കുട്ടിയുടെ പേര് എഴുതാൻ അറിയത്തില്ല. ഞങ്ങളൊരു സ്കൂൾ നടത്തുന്നുണ്ട്. പിന്നെ തല തിരിഞ്ഞ് എഴുതുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ അക്ഷരങ്ങൾ തെറ്റി വായിക്കുന്നവർക്ക് വേണ്ടി ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചതാ. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് തല തിരിച്ചെഴുതുന്നത്, വായിക്കാൻ അറിയാത്തത്, പേര് എഴുതാൻ അറിയാത്തത്, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരുപാട്. അവരുടെ പ്രശ്നമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ കുട്ടികൾക്ക് നിങ്ങൾ എപ്പോഴോ കൊടുത്തിട്ടുള്ള ഒന്ന്, അവരുടെ ഈ ജനന സമയത്ത് നിങ്ങൾ അമിതമായിട്ട് ചില മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറിഞ്ഞു വീണാൽ, ഈ കുട്ടി ചെറിയ പ്രായത്തിൽ തല അടിച്ച് വീണാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അത് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? അതിനെയാണ് ചികിത്സിക്കേണ്ടത്. അല്ലാതെ കുട്ടിക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ നടക്കുവോ? അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ കുട്ടികളെ താരതമ്യം ചെയ്യാൻ പാടില്ല. മറ്റൊന്ന് സമയം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. സമയം കൊടുക്കുക. നിങ്ങൾ സമയം കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക്? എന്തിനൊക്കെയാ സമയം കൊടുക്കുന്നേ? കളിക്കാൻ വേണ്ടി. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം കൊടുക്കുന്നത് എന്തിനാ? മൊബൈലിനും ടിവിക്കും. വെരി ഗുഡ്, നല്ല മാതാവാ. നമ്മൾ സത്യം പറഞ്ഞ കുട്ടി വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് പഠിക്കാന്നല്ലേ പറയാ നിങ്ങള്? ശരിയാണോ തെറ്റാണോ? അല്ല. അങ്കിൽ നിങ്ങൾ നല്ല സൂപ്പർ മാതാക്കളാട്ടാ. എന്താണെന്നറിയാവോ? പഠിക്കൂല. കാരണം നിങ്ങളെ അച്ഛനും അമ്മയും പഠിക്കാൻ പറയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ?
പഠിക്കൂല അവനെ. അതായത് ഞാൻ ചോദിക്കട്ടെ, നിരന്തരം നിങ്ങളെ കെട്ടിയോന്നൊരു കാര്യം നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വെറുപ്പ് തോന്നത്തില്ലേ? ഇഷ്ടക്കേട് വരത്തില്ലേ? ഇത് തന്നെ നിങ്ങൾ ഈ കുട്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചർ പറയും പഠിക്ക്. ട്യൂഷൻ സെന്ററിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ടീച്ചർ പറയും പഠിക്ക് അല്ലെ? വീട്ടിലോട്ട് ചെല്ലുമ്പോ അമ്മ പറയും പഠിക്ക്. നാശിച്ച പഠനം. ആ കുട്ടി ചിന്തിക്കുന്നയാ, പഠിക്കോ? പഠിക്കത്തില്ല. കുട്ടി പഠിക്കത്തില്ല. പിന്നെ സമയം കൊടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുവാൻ വേണ്ടിയല്ല, പഠിക്കാൻ സ്കൂളുണ്ട്. ടീച്ചർമാരുടെ ജോലിയാ പഠിപ്പിക്കേണ്ടത്, മനസ്സിലായോ? അല്ല വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കില്ല അക്ഷരങ്ങളൊക്കെ ഉരുട്ടി വായിലോട്ട് വെച്ച് കൊടുത്താൽ കുട്ടി പഠിക്കത്തില്ല. അവിടെ കുട്ടിക്ക് അവരുടെ മൈൻഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ മൈൻഡ് വിളിച്ചങ്ങോട്ട് അടുത്തിരുത്തണം. എന്നിട്ട് ആ കുട്ടിയായിട്ട് കളിക്കണം. ആരുണ്ട് ഈ കുട്ടികളുമായിട്ട് കളിക്കുന്ന എത്ര പേരുണ്ട്? ഈ കൂട്ടത്തില് കുട്ടികളുമായിട്ട് കളിക്കുന്ന എത്ര പേരുണ്ട്? ഒരാള്, 2, 3, 4, 5, 6, 7 പേര്. ബാക്കി ആരും കുട്ടികളുമായിട്ട് കളിക്കത്തില്ല. കുട്ടികളുമായിട്ട് കളിച്ചില്ല എങ്കിൽ ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? കുട്ടികൾ പഠിക്കാനാണോ? പിന്നെ കളിക്കാനാണ്. ആ കുട്ടിയുടെ കളിക്കൂട്ടുകാരൻ അല്ലെങ്കിൽ കളിക്കൂട്ടുകാരി ആരാകണം? നമ്മളാകണം. രക്ഷിതാക്കളാകണം. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങും. മുമ്പേ നിങ്ങൾ പറഞ്ഞ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകും, വേറെ കളികളിലേക്ക് പോകും. അതുണ്ടാകാതിരിക്കുവാൻ ഏതാണ്ട് ഒരു 13-14 വയസ്സ് വരെയെങ്കിലും എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് കളിക്കണം. ചിലപ്പോൾ അവർക്ക് പാത്തിരിപ്പായിരിക്കണം. ഞാനൊക്കെ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് മക്കള് അകത്താണെങ്കിൽ ഞാൻ വൈഫിനോട് ചോദിക്കും, നീ പിള്ളേരെന്തേ? അപ്പോഴത്തേക്ക് പറയും, ഇവന്മാരെല്ലാം ഉറങ്ങുന്ന പോലെ ഇങ്ങനെ കിടക്കും. അവർ ഉറങ്ങുന്ന പോലെ കിടക്കും. ഞാനപ്പോ എന്റെ മക്കൾ ഉറങ്ങിപ്പോയോ, കളിക്കാൻ വേണ്ടി വന്നയാന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും കൂടെ ചാടി 5 എണ്ണം കൂടെ എന്ത് രസമാണെന്നറിയാവോ? ഏറ്റവും ഇളവ് മാത്രം മതി. അപ്പൊ ഈ കുട്ടികളായിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസത്തില് 1 മണിക്കൂറെങ്കിലും കളിച്ചുകൊണ്ടിരിക്കണം. പോരാ, അത് മാത്രം പോരാ. പിന്നെന്തിനാ സമയം കൊടുക്കേണ്ടത്? പിന്നെന്തിനാ? നിങ്ങളുടെ മക്കളെ കേൾക്കുവാൻ നിങ്ങൾ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? കുട്ടികളെ വിളിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ മക്കൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വിളിച്ച് അടുത്തോട്ട് ഇരുത്തിയിട്ട് ആ കുഞ്ഞു പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു രക്ഷിതാവല്ല. നിങ്ങൾക്കല്ലാതെ അവർ ആരടുത്ത് പറയാനാ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾക്കല്ലാതെ ആരടുത്ത് പറയാനേ? ഇത് എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ച് ഇങ്ങനെ കേൾക്കുവാൻ ടൈമല്ലേ? ടീച്ചറിന്റെ മുഖം കാണുമ്പോൾ പറയാം, എല്ലാ ദിവസവും ഇങ്ങനെ 1 മണിക്കൂർ വെച്ച് ഈ കുട്ടി ഇങ്ങനെ നിങ്ങളെ കേട്ട് കഴിഞ്ഞാല് ആ കുട്ടി സ്കൂളിലല്ല ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്യും? നിങ്ങളടുത്ത് വന്ന് പറയും. അപ്പം ഇങ്ങനെ കുട്ടി ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് വീട്ടിൽ ചെന്നിട്ട് മോനെ എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്മൾ തമ്മിലൊരു ചർച്ച ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയും അല്ലെ? പിറ്റേ നാളത്തെ ദിവസം ചെന്നിട്ട് കുട്ടി പറയും, അമ്മേ ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഒരുത്തിനോട്ട് വഴക്കുണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് ആരുവാട്ടാടാ പറയിപ്പിച്ചോടാ അല്ലെ? ഇതാകരുത്. കുട്ടി പറഞ്ഞോട്ടെ. ചിലപ്പം അങ്ങോട്ട് കുട്ടി നടക്കുന്ന സമയത്ത് കുട്ടി ഒരു കല്ലിൽ തട്ടിയ കാര്യമായിരിക്കും പറയുന്നത്, നമുക്ക് നിസ്സാരവാ അല്ലെ? അല്ലെങ്കിൽ സ്കൂളിൽ ഒരു കുട്ടി വേറെ ഒരുത്തനുമായിട്ട് വഴക്കിട്ട കാര്യമായിരിക്കും. എന്തു ആയിക്കോട്ടെ, നിസ്സാരമായിട്ടുള്ള ഒരു പൂവിൽ ഇങ്ങനെ വീണ കാര്യമായിരിക്കും. എന്തു ആയിക്കോട്ടെ, പക്ഷെ അതെന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം, നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. അവര് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്തോന്നറിയാവോ? ഈ കുട്ടിക്ക് ആരോടെങ്കിലും ഇത് പറയണം അല്ലെ? പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ ഈ കുട്ടികള് സുഹൃത്തുക്കളോടായിരിക്കും, അതല്ലെങ്കിൽ വേറെ ഈ വഴിയിൽ കൂടെ പോകുന്നവരടുത്തായിരിക്കും, അതല്ലെങ്കിൽ ഈ ബസ്സില് ആൾക്കാരുണ്ടല്ലോ ആരോടെങ്കിലും ഒക്കെ ഇതിങ്ങനെ പറയും. അപ്പൊ ആ കുട്ടി ആ ആള് പറയും, മോനെ പോട്ടടാ, കുഴപ്പമില്ലടാ എന്ന് പറയും. ഈ കുട്ടിക്ക് എന്ത് കിട്ടി? ഭയങ്കര ഒരു ആശ്വാസം കിട്ടി അല്ലേ? ഇത്രയും നാൾ എൻ്റെ അമ്മ കേൾക്കാത്ത, എൻ്റെ അച്ഛൻ കേൾക്കാത്ത കാര്യം ഈ ഒരു ചേട്ടൻ കേട്ടു. പിന്നെ ഈ ചേട്ടൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? ആ കുട്ടി അനുസരിക്കാതെ. ആ പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? ഈ കുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. കേട്ടോണ്ടിരുന്നാ പോരാ. കേൾക്കുന്ന സമയത്ത് നമുക്കൊരു അസുഖമുണ്ട്. എന്താ കുഞ്ഞവിടെ ഇരുന്ന് പറയും, മോൻ പറയടാ, വാട്സപ്പ് പറയും. ഇതാണോ? ഇങ്ങനല്ല. ഇതൊക്കെ മാറ്റണം. നിങ്ങളുടെ ജീവിതം കളയുന്ന ഒരു സംഭവം കേട്ടോ ഇത്. ഈ കുട്ടികളുടെ ഭാവി കളയുന്നതല്ല, നിങ്ങളുടെ ജീവിതം കളയുന്നതാ. കാരണം നിങ്ങളിപ്പോ യൗവനത്തിൽ ഇങ്ങനെ ഓടിച്ചാടി കളിക്കും. ഒരു 50-55 വയസ്സാകുമ്പോ നിങ്ങൾ ഇങ്ങനെ തളരാൻ തുടങ്ങും. ആ സമയത്ത് ഈവൻ ചവിട്ടി നിങ്ങളെ പുറത്താക്കും.
ആ അന്ന് പറയുവൻ നിങ്ങളെ എന്നെയാണോ സ്നേഹിച്ചാൽ നിങ്ങളുടെ മൊബൈലിനെയാണോ ചോദിക്കും. കുഞ്ഞ് ചോദിക്കും. നിങ്ങൾ രാത്രി നമുക്കൊരു ഫ്രെയിം ടൈം എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ട്, അറിയോ? അതായത് ഈ 7 മണി തൊട്ട് 9 മണി വരെയുള്ള ടൈം നമ്മൾ എന്ത് അന്നേരം ചെയ്യുന്നേ? ആ ടൈം കുട്ടികൾക്ക് വേണ്ടിയാ കൊടുക്കേണ്ടത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നേ? ആ ടൈം സീരിയല്, അല്ലേ, സിനിമ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഞോണ്ടല്, അങ്ങോട്ടും ഹായ് ഇങ്ങോട്ടും ഹായ്, പിന്നെ ഹോയ് ഹോയ് ഹോയ്, പിന്നെ ലാസ്റ്റ് പോയി. ഇതല്ലേ ശരിയല്ലേ? ഇതല്ല. ആ ടൈം മക്കൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ പറ്റണം, നമുക്ക് കൊടുക്കാൻ പറ്റണം. മറ്റൊരു പോയിന്റാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. മറ്റൊരു പോയിന്റാണ്, ഉപദേശമല്ല വേണ്ടത്, ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ്. എന്താണ്? നമുക്കൊക്കെ നമ്മളെ പോലെ എത്ര ഉപദേശികൾ ആരുണ്ട് ഈ ലോകത്ത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. രാവിലെ തുടങ്ങുന്ന ഉപദേശം, അച്ഛനെ ഉപദേശം, അമ്മ ഉപദേശം, ഭർത്താവിന് ഉപദേശം, മക്കളെ ഉപദേശം, എല്ലാം ഉപദേശികളാ. നമ്മൾ പോലെ മറ്റേ വെള്ളം ഇട്ടുകൊണ്ട് പള്ളിയിൽ അച്ഛനായിട്ട് പ്രതിഷ്ഠിക്കാം. ഉപദേശിച്ചിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളെ ഉപദേശിക്കുന്നത് മോനെ നിങ്ങളെ കള്ളത്തരം കാണിക്കല്ലേ, കള്ളം പറയല്ലേ, അല്ലേ? മക്കളെ ഉപദേശിക്കുന്ന അങ്ങനല്ലേ? കള്ളം പറയല്ലേ? ഇല്ല, അതും ഉപദേശിക്കത്തില്ല. ഉപദേശിക്കും. എന്നിട്ട് കുഞ്ഞിനോട് മോനെ കള്ളം പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് അപ്പൊ ചേട്ടൻ കയറി വരും. അപ്പൊ ഇന്നലത്തെ പിന്നെ ചേട്ടൻ ഒരു കാര്യം ഇവിടുത്തെ പറഞ്ഞ് ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് പോയി, ആള് മറന്നുപോയി. അപ്പോഴത്തേക്ക് ചോദിക്കും, ഭാര്യ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യും? പച്ചക്കള്ളം പറയും. ശരിയല്ലേ? ചേട്ടനോട് പച്ചക്കള്ളം പറയും. അതുപോലെ തന്നെ ഇപ്പൊ പിരിവുകാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ വരുമ്പോ അമ്മ, ഞാൻ പറയുന്നത് കുടുംബശ്രീയിലെ പറ്റുന്ന ലോൺ ഉണ്ടല്ലോ, ഇല്ല, ഈ ലോണ് ആഴ്ച ലോൺ ഉണ്ടല്ലോ, ആഴ്ച ലോൺ വാങ്ങാൻ വേണ്ടി വീടിന്റെ അകത്ത് പുറത്ത് ആള് വരും. വരുമ്പോഴത്തേക്ക് അമ്മ നോക്കുമ്പോ വരുന്ന കാലമാടൻ പോയി കഥകിന്റെ മൂലയ്ക്ക് പോയിരിക്കും. എന്നിട്ട് മോനോട് പറയും, മോനെ അമ്മയില്ലെന്ന് പറ. എന്നിട്ട് അന്നത്തെ ദിവസം രാവിലെ എന്താ ചെയ്തേ? മോന് കള്ളം പറയണ്ടേ, കുട്ടി പഠിക്കുന്നേതാ പറ, കുട്ടി പഠിക്കുന്നേതാ? ഞാൻ ഇവിടെ ഒരു സിനിമ ഇട്ട് കാണിക്കാൻ പോവാ നിങ്ങളെ, ഒരു നല്ല ഒരു സിനിമ. അത് ആദ്യം ഞാൻ നിങ്ങളുടെ കഥയായിട്ട് പറയാൻ പോവാ. നിങ്ങൾക്ക് ആ ഇട്ട് കാണിക്കുന്നതാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ പറയുന്നതാണോ? കാണിക്കുന്നതല്ലേ. അതാ ഈ കുട്ടികൾ കണ്ടേ പഠിക്കൂ. നിങ്ങളാണ് മാതൃക. അതുപോലെ തന്നെ കള്ളത്തരം, മോനെ ആരെ മോഷ്ടിക്കരുതെന്ന് നമ്മൾ പറയാം കേട്ടോ. അമ്മമാരാ കുട്ടികളെ മോഷണം പഠിപ്പിക്കുന്നത്. ഞാൻ പറയാ, അച്ഛൻ പാവപ്പെട്ടവൻ അധ്വാനിച്ചിട്ട് വീട്ടിൽ വന്ന് ഷർട്ട് ഒരു കട്ടിന് പോയിട്ട് പൈസ ഒക്കെ ഇട്ട് തൂക്കും, അല്ലേ? അച്ഛൻ അങ്ങോട്ട് കുളിക്കാൻ വേണ്ടി കയറുമ്പോ അമ്മ, ചേട്ടാ കുളിക്കാൻ കയറിയോ, കുളിച്ചു തുടങ്ങിയോ? തുടങ്ങി. സോപ്പ് വെച്ചോ? സോപ്പ് വെക്കുമ്പോ പിന്നെ ഇപ്പഴേ ഇറക്കത്തില്ലല്ലോ. പയ്യെ വരും, അങ്ങോട്ട് ഷർട്ട് എടുക്കും, അതിൽ നിന്നും ഒരു 500 പൊക്കി മോനിങ്ങനായി മോൻ കണ്ടോണ്ടിരിക്കുക. അപ്പം പറയും, മോനെ പറയല്ലേ, പറയല്ലേ. കുഞ്ഞ് സ്കൂളിൽ പോയി അടുത്തവന്റെ പെൻസിൽ എടുത്ത് അടുത്തവൻ പറയല്ലേ എന്ന് പറയും. വീട്ടിൽ ചെല്ലും, നമ്മൾ കാണും, ഏതാ പെൻസിൽ? അതെനിക്ക് എന്റെ കൂട്ടുകാരൻ തന്നെയാ, അല്ലേ? ആരാ പഠിപ്പിച്ചത് ഈ കള്ളത്തരം? ടീച്ചർ വിളിച്ചു പറയും, ഇതുകൂട്ട് കുഞ്ഞിനൊരു ചെറിയ സ്വഭാവമുണ്ട്, മോഷണമുണ്ട്, അല്ലെ? നമ്മൾ പറയത്തില്ലേ? പറയും. ആര് പഠിപ്പിച്ചതാ? ഈ അമ്മമാര് പഠിപ്പിച്ചതാ, ഈ അച്ഛന്മാര് പഠിപ്പിച്ചതാ. അപ്പൊ എന്ത് ചെയ്യണം? ഉപദേശമല്ല വേണ്ടത്, നമ്മുടെ ജീവിതം ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ജീവിതം ജീവിച്ച് നിങ്ങളുടെ മകൻ എന്താകണം, നിങ്ങളുടെ മകൾ എന്താകണമെന്ന് നിങ്ങൾ ജീവിച്ച് കാണിക്കണം. ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഇന്ന് നടക്കുന്ന ഒരു കേസാണ് അമ്മായിയമ്മ പോര്, മരുമോൾ പോര്. ശരിയല്ലേ? അമ്മായിയമ്മ വാളെടുക്കും, പിന്നെ മരുമോള് ബോംബെറിയും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? ഇതിന് കാരണം എന്താണെന്നറിയാവോ? ഇതിന് കാരണം എന്താ പറയാ? നിങ്ങള് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ നിങ്ങൾ നല്ല രീതിയിലല്ലേ പോന്നേ, അല്ലെ? എല്ലാരും എന്റെ അമ്മായിയമ്മ എന്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പോകുന്നത്, അല്ലെ? പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ കിടക്കുന്ന കുറച്ച് നമുക്ക് ബോധ മനസ്സ്, ഉപബോധ മനസ്സെന്നൊക്കെ പറഞ്ഞുള്ള മനസ്സുകളുണ്ട്, അറിയാമോ? അതൊക്കെ പറഞ്ഞ് കൂടിപ്പോവും. അപ്പൊ അതിൽ ഉപബോധ മനസ്സിലും കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ശീലങ്ങളായി മാറുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ അമ്മായിയമ്മ ഉണ്ടല്ലോ, അതായത് ഭർത്താവിന്റെ അമ്മയെ ഏറി നിർത്തും നിങ്ങള്. ഈ തള്ളച്ചി, അല്ലെ? ഈ പണ്ടാരക്കാലത്ത് ഇങ്ങനെ തല പോയാതെ ഞാന് രക്ഷപ്പെടത്തില്ല. വന്ന് കയറി അന്ന് മുതല് സ്വസ്ഥതക്കേടാ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരാ? ഈ മക്കളാ കേട്ടോണ്ടിരിക്കുന്നത്. ഈ മക്കൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇതിനും കൂടെ ഒരു പേടിയാ. ഈ മക്കൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് മക്കൾ ചിന്തിക്കുന്ന എന്തോ, കൊള്ളാലോ, അമ്മായി അമ്മയടുത്ത് പറയാൻ പറ്റിയ വാക്കുകളാ, ഞാനൊന്ന് കെട്ടട്ടെ എന്നിട്ട് വേണം പറയാൻ. ആരെ കുറിച്ചാ പറയുന്നേ? സ്വന്തം അമ്മയെ പോലെ കരുതണ്ടേ അമ്മായി അമ്മയെ കുറിച്ച്. തീർന്നില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
ഇപ്പം വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ നിങ്ങൾ ഭർത്താവും തമ്മിൽ ഇടിയിടാറുണ്ടോ? ഇല്ല. നല്ല നല്ല സ്നേഹമുള്ള കുടുംബമാണ്. സ്നേഹം കൂടുമ്പോ ഇടിക്കാറുണ്ട്. ചട്ട എടുത്ത് അടിക്കുക, ചട്ട എടുത്ത് കുത്തുക, ഇതൊക്കെയല്ലേ പരിപാടി. ഇത് കുട്ടികൾ കണ്ടു വളർന്നാലുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ആൺകുട്ടിയാണെങ്കിൽ വിചാരിക്കൂ എനിക്കൊന്നും കെട്ടിയിട്ട് വേണം എന്റെ പെണ്ണുമ്പളെ കുനിച്ചിരുത്തി കുത്താൻ. വിചാരിക്കും, ചിന്തിക്കും. അവര് മനസ്സിൽ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണും. അമ്മയെന്ന് പറയുന്നത് എന്താണ്? ഭാര്യ എന്ന് പറയേണ്ടത് എന്താ? തല്ലുകൊള്ളേണ്ടവളാണ്. ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ്? തല്ല് കൊടുക്കേണ്ടവനാണ്. കുട്ടികൾ ചിന്തിക്കും. അപ്പം എന്ത് ചെയ്യരുത്? പോണം. അപ്പൊ എന്ത് ചെയ്യരുത്? ഒരിക്കലും എല്ലാരും കൂടെ ഒന്നിച്ചു പോയതെങ്കിൽ ഞാൻ നിർത്താൻ അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും മോശപ്പെട്ട വാക്കുകളും പറയരുത്. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് കുറ്റം പറയുക എന്നത്. നമ്മൾ കുറ്റം പറയാറുണ്ടോ? കുട്ടികളെ കുറ്റം പറയാറുണ്ടോ? കുട്ടിയെ കുറ്റം പറയണമെങ്കിൽ നിങ്ങൾ നിർത്തണം. കുറ്റം പറയാൻ പാടില്ല. അതിലുപരി വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞു പോകണോ? വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പിന്നെ മറ്റേ ഭദ്രകാളിയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. ഇങ്ങനെ മറക്കേ ഇങ്ങനെ അങ്ങോട്ട് കയറി അങ്ങോട്ട് വരുമ്പോ ചേട്ടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് റൂമിലോട്ട് കൊണ്ടിക്കേറ്റ് നിങ്ങളുടെ തള്ള ഉണ്ടല്ലോ അല്ലെ, നിങ്ങളുടെ തള്ളയെടുത്ത് പറയണം മര്യാദയ്ക്ക് ജീവിക്കാൻ. ആരെടുത്ത് പറയും? ഭർത്താവിനോട് പറയും. അതായത് ഈ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചായിരിക്കും പറയുന്നത്. ഇതിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഭർത്താവിന്റെ അമ്മയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും? കൊള്ളാം, അടിപൊളി, സൂപ്പർ, എന്റെ അമ്മ അടിപൊളി പറയാമോ? അന്നത്തെ ദിവസം പിന്നെ സാമ്പാറിന് ഉപ്പ് കൂടുതലിടും അല്ലേ? ഇത് നിങ്ങൾ പറയുന്ന നൊന്ത് പ്രസവിച്ച ആ അമ്മയെ കുറിച്ച് ആ അമ്മ വളർത്തിയ മകനോട് പറയുമ്പോ ആ മകന് നിങ്ങളോട് വെറുപ്പായിരിക്കും. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അങ്ങനെ ചെയ്യരുത്. വെറുപ്പായിരിക്കും, ഒരിക്കലും ചെയ്യരുത്. പക്ഷെ ഈ കുട്ടി ഇത് കേട്ട് വളരുകയാണ്, ഈ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളും ഭർത്താവും കൂടെ പോയി വഴക്കിട്ട് അപ്പൊ ചെന്നിട്ട് മകനോട് പറയും, നിന്റെ ഒരു അച്ഛനുണ്ടല്ലോ, അങ്ങേര് കെട്ടി അന്ന് മുതൽ അങ്ങനെ അങ്ങേര് കൊള്ളത്തില്ല. ഇതൊക്കെ ആരോട് പറയും? മകനോട് പറയും, കുറ്റം പറയും. ഇനി അച്ഛൻ ചെന്ന് പറയും, നിന്റെ അമ്മ അവള് വന്ന് കയറിയതോടുകൂടി സ്വസ്ഥതക്കേടായി എന്ന് അച്ഛൻ പറയും. ഇത് പെട്ടെന്ന് പറഞ്ഞു പോവാ, സമയത്ത് പറയേണ്ട കേസാ. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ഇല്ല വീട്ടില്. പിന്നെ അമ്മായപ്പനൊന്നും ഇല്ല. ഇവര് രണ്ടുപേരേ ഉള്ളൂ. ഇവരൊന്നും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ട്. ചേട്ടൻ കയറി വന്നിരിക്കുമ്പോ ചേട്ടനെ പോയി ഞോണ്ടും. ചേട്ടാ, അത് അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ ജാനം ഉണ്ടല്ലോ, അപ്പുറത്തെ സതീശൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പുറത്തെ വീട്ടിലെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാര് കേട്ടോണ്ടിരിക്കും? നമ്മുടെ മക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മക്കളുടെ മൈൻഡ് നെഗറ്റീവ് കൊണ്ട് നിറയും. ആ കുഞ്ഞുങ്ങളുടെ, നിങ്ങൾക്ക് ആരെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം പറയാ. കുഞ്ഞുങ്ങളെ മാക്സിമം അവിടെ നിന്ന് എന്ത് ചെയ്യാ? ഒഴിവാക്കുക. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചൊന്നും പറയാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യരുത്? കുറ്റം പറയാൻ പാടില്ല. ക്ലിയർ അല്ലേ? നിർത്തണോ തുടരണോ? ഓക്കെ. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ ചെയ്യാൻ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുമല്ലേ. ഇത് ഞാൻ പറയില്ലേ, ഒരു ദിവസം ഫുൾ എടുക്കുന്ന ഒരു ഇതാണ്, പിന്നെ അല്ലെങ്കിൽ ഹാഫ് ഡേ എടുക്കേണ്ടതാണ്. അതാണ് ഈ 1 മണിക്കൂർ കൊണ്ട് മറ്റേ ക്യാപ്സൂൾ രൂപത്തിലാക്കി നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മക്കള് നല്ലതാകണോ ചീത്തയാകണോ എന്ന് ആര് ചിന്തിക്കണം? മാതാപിതാക്കള് ചിന്തിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ട്. ഒന്ന്, സ്നേഹം കൊടുക്കുക, താരതമ്യം ചെയ്യാതിരിക്കുക, സമയം കൊടുക്കുക, പിന്നെ കുറ്റം പറയാതിരിക്കുക, അവരെ മനസ്സിലാക്കുക അല്ലെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാലും സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ, ഒരുപാടുണ്ട് പറയാം. നമുക്ക് ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ഇങ്ങനല്ല 1 മണിക്കൂറല്ല, ഒരു എപ്പോഴെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ഉറപ്പായിട്ട് നമ്മുടെ മക്കൾക്ക് കഴിവുള്ളവരാണ്. അവരെ ആ കഴിവിനനുസരിച്ച് ഉയർത്തേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്കാണ്? അമ്മക്കാണ്. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുക. അവർ പൂമ്പാറ്റകളാണ്, ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവും. പൂമ്പാറ്റ ഈ പൂന്തോട്ടത്തിലാണ് കാണുന്നത് അല്ലേ. നമ്മുടെ വീട് ഒരു പൂന്തോട്ടമായി മാറണം. അത് മാത്രമല്ല, പൂമ്പാറ്റ നമ്മൾ ആരെങ്കിലും കല്ലെറിയാറുണ്ടോ? തേൻ കുടിച്ച നമ്മുടെ പൂവിൽ നമ്മൾ പിന്നെ പോറ്റ് വളർത്തുന്ന പൂവിൽ വന്നിട്ട് ഇങ്ങനെ പിന്നെ തേൻ കുടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ കല്ലെറിയാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കളിക്കട്ടെ, വളരട്ടെ, അവർ കുറച്ച് കുസൃതികളൊക്കെ കാണിക്കട്ടെ, അവരങ്ങനെ വളരട്ടെ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമ്മളാണ് മാറേണ്ടത്, അവരല്ല. ഓക്കെ അല്ലേ? അപ്പം ഓക്കെ, എല്ലാവർക്കും നന്ദി.